അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല അൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹ്ല. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലവഡ് സിസ്റ്റേഴ്സ്, ഇന്നത്തെ വിഷയം നമ്മുടെ മീസാനാണ്. മീസാനാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും മീസാൻ നമ്മൾ കുറേ കേട്ടതാണല്ലോ, ഇന്നെന്താണ് ഇവിടെ പ്രസക്തി? ഇന്നിവിടെ പ്രസക്തി ഉണ്ട്, അതുകൊണ്ടാണ് ഇന്നത് ഈ വിഷയം തിരഞ്ഞെടുത്തതും. നമുക്കറിയാം അടുത്ത ആഴ്ചയാണ് നമ്മുടെ ദുൽഹിജ്ജ 1 തുടങ്ങുന്നത്. ഈ 10 ദിവസത്തിൽ ഒരുപാട് പ്രതിഫലം നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം ലഭിക്കുമെന്ന് അള്ളാഹു ഉറപ്പ് നൽകിയ ദിവസങ്ങളാണ്. ഹാജിമാർക്ക് മാത്രമല്ല, ഹജ്ജ് ചെയ്യാതെ വീട്ടിൽ താമസിക്കുന്നവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാം കിട്ടുന്ന ഒരു മഹത്തായ അഫ്ളലായ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെ അമലുകൾ ചെയ്യാം, എങ്ങനെയൊക്കെ മീസാൻ നിറക്കാം, മീസാൻ എന്താണ്, അതിൻ്റെ വലിപ്പം എന്താണ്, അതിൻ്റെ കോലം എന്താണ്, അങ്ങനെ കണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഇതൊരു വല്ലാത്തൊരായത്താലേ. മുത്തഖീങ്ങളിൽ നിന്നല്ലാതെ, അതായത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അള്ളാഹു അമലുകൾ സ്വീകരിക്കുക. അത് ഭയങ്കര ഒരു വിഷമം പിടിച്ച കേസാണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ ഒന്നും തഖ്വ പൂർണ്ണമായിട്ടില്ല അല്ലേ. അപ്പം നമ്മളെപ്പോഴും അതിനെക്കുറിച്ചിട്ടൊരു ബേജാറും ഒരു മനസ്സിലൊരു തേട്ടവും റബ്ബനാ തഖബ്ബൽ മിന്ന എന്നുള്ള ദുആയും നമ്മുടെ എല്ലാ പ്രവർത്തനത്തോടൊപ്പം നമ്മൾ ഉണ്ടായിരിക്കണം ഇൻഷാ അല്ലാഹ്. മീസാൻ എന്ന് പറഞ്ഞാൽ പരലോകത്ത് തൂക്കപ്പെടുന്ന തുലാസിലെ. പിന്നെ വേറൊരു മീസാനും കൊണ്ടുണ്ട്. അതെന്താ? അതെന്ന് പറഞ്ഞാൽ മീസാൻ കല്ല് അല്ലേ, അതിൻ്റെ ഖബറിൽ ഇതാക്കുന്നത്. ഇവിടെ അതല്ല വിശദീകരിക്കുന്നത്. ഇവിടെ മീസാൻ എന്ന തുലാസിനെ കുറിച്ചാണ്. മീസാൻ എന്നാൽ തൂക്കിക്കണക്കാക്കുന്നത് അഥവാ തുലാസ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം ഖിയാമത്ത് നാളിൽ തൂക്കിക്കണക്കാക്കപ്പെടുന്നതായിട്ടും അതിനായി അള്ളാഹു ഒരു തുലാസ് സ്ഥാപിക്കപ്പെടുമെന്നും ഖുർആനിലും ഹദീസിലും വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാകുന്നു. എന്നാലും ഇതിനെക്കുറിച്ച് നിഷേധിക്കുന്നവരും ഇല്ലായ്കയില്ല. എന്നുവെച്ചാൽ നോൺ മുസ്ലിംസ് പൊതുവേ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അവർ പരിഹസിക്കുകയും നിങ്ങളല്ല എന്തല്ലാണ് നിങ്ങളിങ്ങനെ കയ്യിൽ തുലാസും വെച്ച് ഓരോരുത്തരും ചെയ്തത് ഇങ്ങനെ തൂക്കിക്കണക്കാക്കി, അങ്ങനെയൊക്കെ ഒരു പരിഹാസമാണ് അല്ലേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആ മീസാൻ വളരെ നല്ലതും ഒരുപാട് അമലുകൾ ചെയ്യുന്നവർക്ക് അതൊരു ഭയങ്കര ബെനിഫിഷ്യലും ആണെന്ന്. വൽ വസ്നു യൗമ ഇതിനിൽ ഹക്ക് അല്ലേ. അതായത് അന്നത്തെ ദിവസം തൂക്കി കണക്കാക്കപ്പെടുന്നത് സത്യമായിരിക്കും, ഹക്കായിരിക്കും, ഖുർആൻ വചനമാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നീതിപൂർണമായ തുലാസുകൾ നാം സ്ഥാപിക്കുന്നതാണ് അള്ളാഹു പറയുന്നു. പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അപ്പോൾ ഒരാളോടും ഒട്ടും അനീതി കാണിക്കുകയില്ല. അത് ആ കർമ്മം ഒരു കടുകുമണിയുടെ തൂക്കമാണെങ്കിലും നാം അത് തരുന്നതാണ്. കണക്കു നോക്കാൻ ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ നടന്നില്ലേ. കണക്ക് നോക്കാൻ അള്ളാഹു തന്നെ മതി. ഒന്ന് ആലോചിച്ച് നോക്കി. കോടാന എന്ത് കോടിൻ്റെ എത്രയോ കോടി ജനങ്ങൾ എല്ലാവരെയും നിർത്തിയിട്ട് ഇതിൻ്റെ ഒരു കണക്ക് നോക്കുന്ന ഒരു ഇതിലെ ആ ഒരു പ്രവർത്തനം, ആ ഒരു പ്രൊസീജിയർ അള്ളാഹു തന്നെ നേരിട്ട് നിർവഹിക്കുന്നതാണെന്നാണ് പറയുന്നില്ലേ. ഈ ജനങ്ങൾ ബാക്കി എല്ലാത്തിനും ഹെൽപ്പിന് ആൾക്കാരുണ്ട് അല്ലേ. സ്വർഗത്തിലെ വാതിൽ തുറക്കാനും നരകത്തിലേക്ക് മലക്കുകൾ ഊക്കോടെ ഊട്ടി ആളുകളെ തള്ളിയിടാനും മൂക്കന്മാരായ മലക്കുകളും ബാക്കി എല്ലാ കാര്യങ്ങൾക്കുണ്ട്. പക്ഷേ ഈ തുലാസ് എന്ന് പറഞ്ഞാൽ ഇത് ഒന്നൊന്നര തുലാസാണ് അല്ലേ. അപ്പോൾ കേട്ടാൽ നമുക്കറിയാം ഇവിടെ ഒരു അനീതി നടക്കൂല അല്ലേ. കൈക്കൂലി കൊടുത്തിട്ട് ഇവിടെ നമ്മളെ ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലൊക്കെ എന്തെങ്കിലും കാര്യമായിട്ട് പോയി കഴിഞ്ഞാൽ എത്രമാത്രം പവർഫുള്ളാണ് നമ്മുടെ കൈക്കൂലി, അത്രത്തോളം നമ്മളെ കേസ് സ്മൂത്തായി കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കൈക്കൂലിയും വാങ്ങാത്തൊരു വല്ലാത്തൊരു തുലാസാണ് അല്ലേ. ഹാവ് യു നെവർ തിങ്ക് അബൌട്ട് മീസാൻ? നിങ്ങൾ മീസാനെ കുറിച്ചിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ലേ? അഥവാ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തുലാസ് രണ്ടട്ടി. തുലാസ് അങ്ങനെ തന്നെയാണ് കേട്ടോ സംഭവം. ഓട്ടോമാറ്റിക് തുലാസായിട്ട് പറയപ്പെടുന്നില്ല. പക്ഷേ രണ്ടട്ടി നമ്മൾ പണ്ടൊക്കെ മസാലപ്പൊടികളൊക്കെ ഉണ്ടാകുന്ന ആ ടൈപ്പ് തുലാസാണെന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അലം. അങ്ങനെ കൃത്യമായ അറിവുകളൊന്നുമില്ലെങ്കിലും അല്പം ഹദീസുകളിൽ വന്നിട്ടുള്ള തെളിവുകൾ മാത്രം. അങ്ങനെ ഈ അതിപ്പോൾ 2 തുലാസിൽ അല്ലേ. പക്ഷെ പരലോകത്തെ തുലാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരോടെങ്കിലും കോപിച്ചാൽ അത് നമുക്ക് നമ്മുടെ തുലാസിൽ എന്താ കണക്കാക്കുക? അരി, പുളി, മുളക്, അങ്ങനെ കണ്ട മസാല സാധനങ്ങൾ, പിന്നെ വെള്ളി, പിച്ചള,
ചെമ്പ് അങ്ങനത്തതൊക്കെ. പിന്നെ അങ്ങനെ കുറച്ച് ചില ഐറ്റംസ് മാത്രമേ നമുക്ക് തുലാസിൽ തൂക്കി പറ്റുള്ളൂ അല്ലേ. അതായത് ഇപ്പോൾ ഒരാൾ നമ്മോട് നല്ല രീതിയിൽ പെരുമാറി, അതും നമുക്ക് പെരുമാറ്റം സ്വഭാവം നമുക്കത് തൂക്കാൻ പറ്റുമോ? അത് നമ്മൾ ആരെങ്കിലും ശകാരിച്ച് ഒരുപാട് അടിച്ചു അല്ലെങ്കിൽ ഒരുപാട് ഫിത്തിനെ പറഞ്ഞു അതും നമുക്ക് അതിൽ കൊണ്ടുപോയി തൂക്കിയിട്ടാൻ പറ്റുമോ? പറ്റൂല. അപ്പം അള്ളാഹുവിൻ്റെ തുലാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ട എല്ലാ കാറ്റഗറൈസ് സാധനങ്ങളും തൂക്കാൻ പറ്റുന്ന അല്ലേ. സ്വഭാവവും ദേഷ്യവും ഇഷ്ടവും സ്നേഹവും പിന്നെ ലാളനയും, ഒരാളോട് എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിലും നമ്മളിപ്പോൾ എവിടെയോ ഉള്ള ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്ത അത് വരെ നമ്മുടെ തുലാസിൽ വരും. കടം കൊടുത്താലും കടം വാങ്ങിയാലും അല്ലേ. കടം കൊടുത്തതിനൊക്കെ തുലാസിൽ നന്മ വരുന്നത് ഭയങ്കരമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മീസാന് അന്ത്യനാളിൽ സ്ഥാപിക്കപ്പെടും. അതിൽ ആകാശഭൂമികൾ തൂക്കപ്പെട്ടിരുന്നെങ്കിൽ അതിനത് പര്യാപ്തമായിരുന്നു. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ആകാശവും ഭൂമിയും തൂക്കുന്ന തുലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാജിനറിക്കൊന്നും ഒരു അറ്റത്ത് പോലും എത്താൻ പറ്റൂലല്ലേ. നമ്മളെ കണ്ണും നമ്മളതൊക്കെ നമ്മൾ ചുരുങ്ങിയ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഇപ്പോൾ ഏറി വന്നാൽ മക്കത്തോ ദുബായിൽ പോയി അതെല്ലാം നമുക്ക് അറിയും. അതിൻ്റെ ഈ ഭൂമി ആകാശം വരെ അതിൽ കൊണ്ടുപോയിടാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ള തുലാസ്. എന്താണ് കേൾക്കുന്നതിലെ അള്ളാഹുവിൻ്റെ ഓരോ കാര്യങ്ങൾ, ഈച്ച് ആൻഡ് എവ്രിതിങ്സ് ഭയങ്കര മിറാക്കിളാണെന്ന് പറയാം. അപ്പോൾ മലക്കുകൾ ചോദിക്കും പോലെ, റബ്ബേ ആരെയാണ് ഇതിൽ തൂക്കുന്നത്? ഇതെന്ത് തുലാസാണത്? ഇതിന് മാത്രം എന്താ ഉണ്ടാകാന്ന് ചോദിക്കുമല്ലോ. അപ്പം അള്ളാഹു പറയുമല്ലേ, ഞാൻ ഉദ്ദേശിച്ച എൻ്റെ സൃഷ്ടികളെ. അപ്പോൾ മലക്കുകൾ പറയും, നീ പരിശുദ്ധനാണ്, നിന്നെ ആരാധിക്കേണ്ട മുറപ്രകാരം ഞങ്ങൾ ആരാധിച്ചിടാം. ഹക്കീം റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്. അപ്പം ഈ മലക്കുകളെ വരെ കവച്ച് വെക്കുന്ന അമലുകളുമായിട്ട് നാളെ സ്വർഗത്തിൽ വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ അമലുകൾ തുലാസിലിടുമ്പോഴത്തേക്ക് തുലാസ് അങ്ങ് താണ് പോകണം അല്ലേ. അത്രയും പവർഫുൾ ആയിരിക്കണം, അത്രയും പിന്നെ നോളജ്ഫുൾ ആയിരിക്കും. അതായത് അങ്ങനത്തെ അമലുകളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഹദീസിലും ഖുർആനിലും ഒക്കെ. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലേ. നമ്മളൊക്കെ ഒരു ഐഡിയ ഉണ്ടോ, ഒന്നൊക്കെ കുരുക്കള നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നുള്ളത്. അങ്ങ് ആകെ സ്വീകരിച്ചെങ്കിൽ സ്വീകരിച്ചോട്ടെ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ചെയ്യുക, അത്രയും നമുക്ക് കഴിയും എന്നുള്ള ഒരു ഐഡിയാസിലാണ് നമ്മൾ പോക്ക്. പക്ഷെ അതല്ല, അങ്ങനെ തുലാസ് എന്നറിയാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി, അതിനു വേണ്ടി അത് തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അങ്ങനെ നടക്കും അല്ലേ. മാമിൻ അയ്യാമിൻ അമലുൽ സാലിഹു ഫീഹ ഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമി യഗ്നി അയ്യാമിൽ ആഷിർ. അതായത് ഈ ദുൽഹിജ്ജയിൽ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തേക്കാൾ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഇഷ്ടമുള്ള മറ്റൊരു ദിനങ്ങളുമില്ല. അഥവാ മറ്റേത് കർമ്മങ്ങളെക്കാൾ, മനസ്സിലാക്കണം, മറ്റേത് കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടം ഈ ദിവസത്തിലെ സൽക്കർമ്മങ്ങളാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു, അൽബാനി സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർത്തും വിശ്വസിക്കാം അല്ലേ. അപ്പം ഈ ദിവസങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ദിവസങ്ങളാണെന്ന് പറഞ്ഞ് അതിനോട് ചേർത്ത് തന്നെ അതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റൊരു അമലുമില്ല, മറ്റൊരു കർമ്മങ്ങളുമില്ല, മറ്റൊരു ദിവസങ്ങളുമില്ല എന്നല്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് കാണണം. എന്താണ് ഈ ദുൽഹിജ്ജ 10 ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകൾ എന്ന് പറഞ്ഞാൽ അതിൽ 17ഓളം ഫളായിലുകൾ പറയുന്നുണ്ട്. അത് ഓരോന്നും നല്ല ഈച്ച് ആൻഡ് എവരി വൺ നമുക്ക് ഭയങ്കര എഫക്റ്റീവാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഒരു 10 ദിവസം കൊണ്ട് തന്നെ നമ്മളെ മിസാൻ നിറയ്ക്കാൻ നമുക്ക് കഴിയും. പിന്നെ അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യദുല്ലാഹി മലൈ ലാ യഗീലുഹാ നഫഖത്തു സഹാഹു ലൈലി വന്നഹാറി വഖാല അറഅയ്തും മാ അൻഫഖ മുൻദു ഖൽഖുസ്സമാവാതി വൽ അർളി ഫഇന്നഹു ലം യഗിൽ മാ ഫീ യദിഹി. അതായത് ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെ ചെലവഴിക്കുന്നു എന്നാണ്. അള്ളാഹു അന്ന് മുതൽ കയ്യിലുള്ളത് ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു മുറത്തിൽ ഇങ്ങനെ എന്തെങ്കിലും എടുത്ത്, മുറം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ കുട്ടിക്ക് മനസ്സിലാവാറില്ല അല്ലേ. അതായത് അരിയൊക്കെ ചേറാൻ ഉപയോഗിച്ച പണ്ടുള്ള ഒരു പ്രത്യേക സാധനം. അതിലിങ്ങനെ നമ്മൾ എന്തെങ്കിലും പൈസ എന്തെങ്കിലും ഇട്ട് ഇങ്ങനെ ചൊരിഞ്ഞ് കൊടുക്കാറിച്ചുള്ളൂ. അതുപോലെ ഇങ്ങനെ ചൊരിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സമ്പത്ത് ഇങ്ങനെ അള്ളാഹു കൊടുക്കുക. ഏത് കാലം മുതൽ ഈ ഭൂമി ലോകം സൃഷ്ടിച്ച കാലം മുതൽ അല്ലേ,
വക്കാല അർഷുഹു അലൽ മായി ബിയദിഹി ഉൽ ഉഖ്റ അൽ മീസാനു യഖ്ഫിദു യർഫഉ അല്ലേ. അവിടെ തന്നെ അള്ളാഹുവിൻ്റെ അർഷ് എന്ന് പറയുന്നത് വെള്ളത്തിലാണ്. അപ്പോൾ അതൊരു മിറാക്കിളാണ് അല്ലേ. നമ്മൾ വെള്ളത്തിൻ്റെ മേലെ ഒരു കസാല കൊണ്ട് ഇടാൻ പറ്റുമോ? പക്ഷെ നമ്മളത് അള്ളാഹുവിനായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. അള്ളാഹു തന്നെയാണ്. അള്ളാഹുവിന് അല്ലേ കുഫുവൻ അഹദ്, അള്ളാഹുവിന് സമമായിട്ട് ഒന്നും തന്നെ ഇല്ല. അതും ഒരു ഭയങ്കര മിറാക്കിൾ. അതായത് വെള്ളത്തിൻ്റെ മേലെ അർഷ്, അവൻ്റെ മറുകയ്യിൽ മീസാനുണ്ട് അല്ലേ. ഒരു കൈയോട് ഇങ്ങനെ അള്ളാഹു ദാനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, മറു കയ്യിൽ മീസാനുണ്ട്. അത് അവൻ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇഹലോകത്ത് ഭാരവും വലിപ്പമുള്ള ആളുകൾ നാളെ പരലോകത്ത് കർമ്മങ്ങൾ തൂക്കുമ്പോൾ ഭാരിച്ചവരായി കൊള്ളണമെന്നില്ല. അതും നമുക്കൊരു ചിന്തിക്കേണ്ട ഒരു ഹദീസാണ് അല്ലേ. ഇവിടെ ഭൂമിയിൽ ഭയങ്കര പ്രതാപവും വെള്ള ലിനൻ്റെ ഷർട്ടൊക്കെ ഇട്ട് ഭയങ്കര സ്ഥിതിയിൽ അങ്ങനെ നടക്കുന്ന പല ആളുകളും ഉണ്ട് അല്ലേ. അതുപോലെ പെണ്ണുങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ ഭയങ്കര മുന്തിയ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന. പക്ഷെ അവരൊക്കെ തന്നെയും പരലോകത്ത് മീസാനിൽ കനം കൂടിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അല്ലേ. ഒരു കടുകുമണിയോളം നന്മയാണ് പ്രവർത്തിച്ചതെങ്കിലും അത് നമുക്ക് അവിടെ കാണാവുന്നതാണ്. പിന്നെ ഈ വിചാരണക്ക് ശേഷമായിരിക്കും പിന്നെ ഇതുണ്ടാവും കേട്ടോ. അവളെ എന്താണ് മീ സോറി സിറാത്ത് പാലുണ്ടാവുക. ആദ്യം വിചാരണയാണ്. അപ്പോൾ ഹുസ്നുൽ ഹവാത്തിമ, ഏതൊരു കർമ്മവും ഇപ്പോൾ നമ്മൾ തന്നെ ഭയങ്കര നിസ്കാരവും നോമ്പും ഭയങ്കര ലെവലിലൊക്കെ ജീവിച്ച ഒരാളാണെന്ന് വിചാരിച്ചോളൂ. കുറച്ച് കഴിഞ്ഞ് നല്ല പൈസയും ഭർത്താവ് മരിച്ച് ഭയങ്കര ഉറപ്പിയ വരുമാനമല്ല, മോൻ അമേരിക്കയിൽ നിന്നും കെട്ട് നോട്ടുകൾ ഇങ്ങനെ പിന്നെ അയക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര അടി. പിന്നെ ഇപ്പം അത്ര ഒന്നുമില്ല, അമലുകൾ അത്ര ഒന്നുമില്ല, പള്ളിയിലൊക്കെ പോക്കൊക്കെ കുറഞ്ഞ അങ്ങനെ ആ ഒരു അവസരത്തിലേക്ക് വരികയാണെങ്കിൽ എന്താവും, നമ്മളെ ആ ആഹിർ സ്റ്റാറ്റസ്, നമ്മൾ അവസാന ഘട്ടത്തിൽ നമ്മുടെ അമലുകൾ എന്താണോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പിന്നെ മീസാനിൽ കനം തൂങ്ങലും നമ്മുടെ അവിടുത്തെ അന്നേരത്തെ അവസ്ഥ മുഴുവൻ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോഴും ഇങ്ങനെ ജീവിച്ചു പോയി അത് ശ്രദ്ധിക്കാണ്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആദ്യം ജീവിച്ചു എന്നതുകൊണ്ട്, ആദ്യം നിസ്കരിച്ചു എന്നതുകൊണ്ട് ആ മീസാനിൽ കനം തൂങ്ങണം എന്നില്ല അല്ലേ. പിന്നെ ഫമയ്യാമൽ മിസ്കാല ദർറത്തിൻ ഹൊറയ്യറ ഫമയ്യാമൽ മിസ്കാല ദർറത്തിൽ ഷെറയ്യറ. ആരൊരു അണുമണി തൂക്കം നന്മ ചെയ്താലും അത് കാണും, തിന്മ ചെയ്താലും കാണും അല്ലേ. പിന്നെ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് അതിൻ്റെ എന്താണ് എല്ലാ പര്യവസാനം. അത് മുത്തഖീങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ. ഒരു മുത്തഖിയായി ജീവിക്കുക എന്നുള്ളത് ഭയങ്കര ശ്രമകരാണ് അല്ലേ. ഒരു ഓർഡിനറി ഒഴുക്കിലങ്ങ് പോകാൻ എളുപ്പമാണ്. അള്ളാഹുവിൻ്റെ എല്ലാ നിയമങ്ങളും ഒരു അണുമണി തൂക്കം തെറ്റാണ്ട് അനുസരിച്ച് ജീവിക്കുന്നവന് മാത്രമേ മുത്തഖിയാവാൻ കഴിയുള്ളൂ. പിന്നെ അങ്ങനെ ഒരു അണുമണി തൂക്കം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നന്മ നമ്മളിപ്പോൾ ആർക്കെങ്കിലും ചെയ്താൽ അത് ചെയ്യുമ്പോൾ റിയാ ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റിയാ മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്തൊരു അമൽ സ്വാലിഹാത്ത് ചെയ്യുമ്പോഴും ഒരു ഇബ്ലീസിന് അതൊരു കാണിച്ചു കൊടുക്കാനുള്ളൊരു ടെൻഡൻസിയാണ് അല്ലേ. അത് അറിയണം, അത് പറയണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴായിരിക്കും എൻ്റെ മോളോടല്ല പറയുന്നതല്ലേ, എൻ്റെ ഡിയർ ഫ്രണ്ടിനോടല്ല പറയുന്നത് പോയി. കാരണം വെച്ചാൽ രഹസ്യ സദക്കക്ക് ഒരുപാട് പ്രതിഫലം ഉണ്ട് അല്ലേ. അർഷിൻ്റെ തണൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളത് ഒരാളോട് പറഞ്ഞാൽ വലത്തെ കൈ കൊടുത്താൽ ഇടത്തെ കൈ അറിയരുത്. അപ്പം പിന്നെ മറ്റൊരു വ്യക്തിയാണ് അറിയുന്നത്. അപ്പം മാക്സിമം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഇതുണ്ട്. നമുക്കത് പറയാനുള്ളൊരു ടെൻഡൻസി. ഞാൻ പറയട്ടെ, അത് ഞാൻ പറ്റ സാരമില്ല എന്ന് പറഞ്ഞ് നിസാരവൽക്കരിച്ച് ഇബ്ലീസ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പോൾ പറയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മീസാനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് ഇൻഡിക്കേഷൻസൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഡെഫിനിഷൻ മുഴുവനും പിന്നെ ഹദീസിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ മീസാൻ എന്ന് പറയുന്നത് ആകാശഭൂമികൾ വരെ കൊണ്ടുവച്ച് തൂക്കാൻ മാത്രം വലിപ്പമുള്ള തുലാസാണ്. അപ്പോൾ എത്ര തന്നെ അമലുകൾ ഇട്ടാലും അതിന് നിറയാനുള്ള പാകത്തിലുണ്ട്. നിറഞ്ഞ ചിന്തയൊന്നും വേണ്ട, അത്രക്ക് അതിന് മാത്രം വിശാലമായ മീസാനാണ്. അപ്പോൾ നമ്മളൊക്കെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അമലുകളിലുള്ള കുറവ്, പോരായ്മയാണ് അല്ലേ. എപ്പോഴും മീസാനിൽ കനം തൂങ്ങുന്ന അമലുകൾ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടാകും. പക്ഷെ അതിനു വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം.
അപ്പോൾ ആർക്കാണ് ഇത്രയും വിഭാഗത്തുകൾ ചെയ്യാൻ? അപ്പോൾ ഈ മലക്കുകൾ ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയ ഇത് എന്തിനാണ് റബ്ബ്, ഇതിൽ ഇവിടുന്ന ഇതുണ്ടാവുക? അവരാണല്ലോ ആദ്യം ഇത് കാണുക. അപ്പോൾ ആർക്കാണ് ഇത്രയും വിഭാഗത്തുകൾ ചെയ്യാൻ സാധിക്കുക എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കും. അപ്പോൾ അള്ളാഹു പറയും, എൻ്റെ സൃഷ്ടികളിൽ ചിലർ ആകാശഭൂമികളോളം വിഭാഗത്തുകളുമായി വരും. അപ്പോൾ മലക്കുകൾ പറയും, നമ്മൾ വേണ്ട വിധത്തിൽ അള്ളാഹുവെ ആരാധിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഓർക്ക് തോന്നും അവർ അതിന് മാത്രം ഒന്നും ചെയ്തില്ല. അപ്പോൾ നമ്മൾ പറയില്ല എന്താ, മലക്കുകൾ ഒരുപാട് ചെയ്തു. പക്ഷേ ഭൂമിയിൽ ഒരു വിഭാഗം ജനങ്ങളുണ്ട്, മലക്കുകൾ പോലും നാണിച്ചു പോകുന്ന അമലു സ്വാലിഹാത്തുമായിട്ട് അള്ളാൻ്റെ അടുത്ത് എത്തുന്ന വിഭാഗം അല്ലേ. അള്ളാഹു അക്കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലേ. കണക്കില്ലാണ്ട് മീസാനിൽ ഇങ്ങനെ വെയിറ്റുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത അത്ര അമലുകളുമായിട്ട് വരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അക്കൂട്ടത്തിൽ. അപ്പോൾ മലക്കുകൾക്കും അറിയില്ല ഇങ്ങനെ ഒരു സൃഷ്ടികൾ, ഇങ്ങനെ ഒരു ഇൻസാൻ ഭൂമിയിലുണ്ട് എന്നുള്ളത്. അപ്പോൾ അപ്പോഴാണ് അവരിതിനെക്കുറിച്ച് അറിയുന്നത്. ഇപ്പോൾ മലക്കുകളെ, ഇബാദത്തുകളെ കവച്ച് വെക്കുന്ന സൃഷ്ടികൾ അള്ളാഹു ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സത്യവിശ്വാസികളെ, അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്താൻ നമ്മൾ പറയൂലേ, അല്ലാഹുമ്മ ജഅൽനി മിനൽ മുത്തഖീന ഇമാമാന്ന്, റബ്ബന ഹബ്ലന അസ്വാജിന എന്ന് പറയുമ്പോൾ, പക്ഷേ ആ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേന്ന് നമ്മളൊന്ന് മനസ്സ് പറയാനുണ്ടോ? ഒരുപാട് ദുആകൾ നമ്മളിങ്ങനെ ചെല്ലും. എന്താ പറയുക, കുട്ടികളോട് നമ്മൾ പറയില്ല, രാത്രി മഗ്‌രിബ് കഴിഞ്ഞാൽ ഖുർആൻ ഓത്, ഖുർആൻ ഓലൊരു ഓതും, അത് നമുക്കും വേണ്ടി ഓതും. അതുപോലെ പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു ബുക്ക് എടുത്ത് ഉറക്കം അങ്ങ് വായിക്കും. പണ്ട്, ഇപ്പോഴത്തെ കുട്ടികൾ ഉറക്കം വായിക്കുന്നതും കേൾക്കലില്ല. അപ്പോൾ അത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. അതുപോലെ നമ്മൾ ഇതിങ്ങനെ ദുആ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ റബ്ബനാ ഹബ് ലനാ മിന അസ്വാജിന ദുരിയത്തിന റബ്ബനാ ആതിനാ ഫിദ്ദുനിയ അങ്ങനെ പറയും. പക്ഷെ അതിൽ പറഞ്ഞ ആത്തിന ഫിദ്ദുനിയ ഹസനത്തം വഫിൽ ആഖിറത്തി, അതായത് ആഖിറത്തിലെ നന്മയും ദുനിയാവിലെ നന്മയും തരണേന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം അല്ലേ. ഇപ്പോൾ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിന, അതായത് നമ്മുടെ ദുരിയാത്തിന്, നമ്മുടെ കുട്ടികളിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും കൺകുളിർമ നൽകണേന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും നിറയുമ്പോഴാണല്ലോ കണ്ണ് കുളിർന്ന്, നമ്മളെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോവുക, സന്തോഷം കൂടുമ്പോൾ. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകണേന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പ്രതീക്ഷിക്കുന്നുമില്ല. ദുആ അള്ളാഹുവിനോട് സിൻസിയർലി നമ്മൾ പറയുന്നുമില്ല അല്ലേ. അപ്പം അങ്ങനെ പറയണം ദുആ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ തുലാസിന് ഇതിനെ ഇത് വെച്ച് നോക്കുമ്പോൾ 2 തട്ടുകൾ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് വെയിറ്റ് കൂടുക എന്ന് വെച്ചാൽ നന്മേൻ്റെ തട്ടും തിന്മേൻ്റെ തട്ടും. നമുക്കറിയാം, നമ്മളിപ്പോൾ നാളെ പരലോകത്ത് തുലാസിൽ തൂക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പല കണക്കുകൾ ഉണ്ടാവും. പിന്നെ അവരിങ്ങനെ പറഞ്ഞു, മറ്റോരിങ്ങനെ പറഞ്ഞു, എൻ്റെ പൈസ പറ്റിച്ചു, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഓരോ കണക്കുകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ എടുത്ത് വിശദീകരിച്ചിടുമ്പോൾ നമ്മളൊരു പാപിയായ മനുഷ്യൻ, അയാളെ പറ്റിക്കും, അയാൾ ചീത്ത പറയും, എല്ലാം അയാൾ ചെയ്തതൊക്കെ ദുഷ്ടത്തരാന്ന് വിചാരിച്ചോളൂ, എങ്കിൽ അയാളുടെ തുലാസിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാനിപ്പോൾ ഒരാളെക്കെതിരെ പരാതി പറയാം, അയാൾ എന്നോട് 10,000 വാങ്ങിയിട്ട് തന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ കയ്യിൽ ഓൾറെഡി ഒന്നുമില്ല, അയാളെ തുലാസിൽ ഒന്നുമില്ലല്ലോ. ആ അമലുകൾ നല്ല ചെയ്തിട്ടില്ല, ചെയ്തതൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയി. അവസാനം എനിക്ക് 10,000ത്തിന് പകരം തരാൻ അയാളെ കയ്യിലൊന്നുമില്ല. എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഇവിടെ ഉപേക്ഷിച്ചാണല്ലോ അയാൾ അങ്ങോട്ട് പോകുന്നത്, ഒന്നുമില്ല തിരിച്ചു തരാൻ. അപ്പം ഞാൻ പരാതി പറയാം, എനിക്ക് അയാൾ തരാനുണ്ട്, ഞാൻ കുറേ ബുദ്ധിമുട്ടി, ഞാൻ ഫീസ് അടക്കാൻ പറ്റിയ പൈസ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു എന്ത് പറയുമെന്നറിയോ? അപ്പോൾ അയാളോട് പറയും, എന്താ ഇവളിങ്ങനെ പറയുന്നത്, നീ കൊടുക്കുന്നറിയാം. അപ്പോൾ അയാൾ ഇതൊന്നുമില്ല. അപ്പം പറയും, ഞാൻ ചെയ്ത പാപങ്ങൾ അയാളെ തുലാസിലുണ്ട്, അങ്ങനെ ഞാൻ രക്ഷപ്പെടും. അയാൾ പിന്നെയും എന്താവും, നരകത്തിൻ്റെ പിന്നെ ഓൾറെഡി അയാൾ നരകത്തിലാണ്, അത് പിന്നെ അടിത്തട്ടിലേക്ക് പോകും അല്ലേ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വാക്കുകൊണ്ടും നാക്കുകൊണ്ടും അല്ലേ, നാക്കുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഷെറ് വരുന്നത്. നമ്മൾ പല സംസാരങ്ങളും പറഞ്ഞു കഴിഞ്ഞാലായിരിക്കും അതിൻ്റെ ആസാറാത്തുകൾ വേണ്ടെങ്കിലും അതുമായി പെരുപ്പിച്ച് അത് പിന്നെ ഒരു വർത്താനാക്കിയില്ലേ. അപ്പോൾ നമ്മൾ പിന്നെയും പകരം പറയും. അപ്പോൾ മാക്സിമം സംസാരം കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും നന്നാകുക. സംസാരിക്കുമ്പോൾ വീണ്ടും ആലോചിക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ മീസാന് എന്ന് പറയുന്നത് അത് അപ്പോൾ ഈ ഒരു പ്രത്യേക 3 സമയങ്ങളിൽ നമ്മളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ അല്ലേ. ആ നാളെ പരലോകത്തെത്തി, അത് ഏതെല്ലാം സമയം എന്ന് വെച്ചാൽ, ഒന്ന് ബന്ധുക്കളെക്കുറിച്ചോ, മക്കളെക്കുറിച്ചോ, ഭർത്താവിനെക്കുറിച്ചോ, നമ്മളെ പ്രസവിച്ച ഉമ്മയെക്കുറിച്ചോ, ആരെക്കുറിച്ചിട്ട് നമുക്കൊരു
ചിന്തയില്ലാത്ത 3 സ്ഥലങ്ങൾ എപ്പോഴും ബേജാറായിരിക്കും. എന്താ സംഭവിക്കുക എന്നുള്ള ആൻസൈറ്റി ആയിരിക്കും അല്ലേ. ഒന്ന് മീസാൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അല്ലേ നമ്മളെ തുലാസിൻ്റെ അവസ്ഥ എന്താണ് റബ്ബേ എന്നുള്ളൊരു ബേജാറാണ്. 2 ഗ്രന്ഥം കയ്യിൽ കിട്ടുന്ന സമയത്ത് വലത് കയ്യിലോ ഇടത് കയ്യിലോ ഗ്രന്ഥമല്ല, വലത് കയ്യിലാണോ ഇനി അള്ളാഹിരിഹി പിന്നിൽ കൂടാണോ റബ്ബേ തരിക എന്നുള്ള ബേജാറിൽ നിൽക്കുമ്പോൾ, മൂന്നാമത്തെ സിറാത്തിനടുത്ത് നിൽക്കുമ്പോൾ, സിറാത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തില്ലല്ലേ. സിറാത്ത് എത്രമാത്രം കിലോമീറ്ററുകൾ ദൂരം ഉണ്ടോലെ, എത്ര ദിവസങ്ങൾ നടക്കണമല്ലേ. അതൊക്കെ ഒന്ന് അവസ്ഥ ആലോചിച്ചാൽ ദുനിയാവിൽ ഒന്നും ചെയ്യാൻ പോകുന്നുണ്ടാവില്ല, വെറും അമൽ ചെയ്തിരിക്കുക ഇങ്ങനെ വിചാരിക്കും. ചിലപ്പോൾ നമുക്ക് ആ ചിന്ത തരാത്തത് കൊണ്ടായിരിക്കും ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു ഉത്തരവാദിത്വവും നിർവഹിക്കൂല, വെറും വിവാദത്തിലായിപ്പോവും. അബ്ദുല്ലാഹിബ്നു അംറുൽ ആസ് നിവേദനം ചെയ്ത ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹു അന്ത്യനാളിൽ എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെ സൃഷ്ടികൾക്ക് മുമ്പിൽ വിളിച്ചു വരുത്തുന്നു. അതായത് ഒരു മനുഷ്യൻ്റെ വിചാരണയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയപ്പെടും, നീ അനീതിക്ക് വിധേയമാകേണ്ടതില്ല. അങ്ങനെ ആ ഗ്രന്ഥങ്ങൾ, അങ്ങനെ ഒരാളെ വിളിച്ചിട്ട് അയാളെ തൂക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണോ അല്ലേ. അന്നേരം അള്ളാഹു പറയും, ഇന്നത്തെ ദിവസം നീ അനീതിക്ക് വിധേയമാകേണ്ടതില്ല. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നഹു ലയഅതി റജുലുൽ അലീമു അസ്സമീനു യൗമൽ ഖിയാമത്തി ലാ യസ്നു ഇൻദല്ലാഹി ജനാഹ ബഊലത്തിൻ വഖാല ഇഖ്റഉ വലാ തുഖീമു ലഹും യൗമൽ ഖിയാമ അല്ലേ. അതായത് ചില മനുഷ്യന്മാരെ അള്ളാഹു നാളെ കൊണ്ടുവരപ്പെടും, ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ കനം പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് ഉണ്ടായിരിക്കുന്നതല്ല, ചിറകിൻ്റെ കനം പോലും അവന് ഉണ്ടായിരിക്കുന്നതല്ല. തുടർന്ന് ഈ വചനം ഓതി, തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലും അവനുമായി കണ്ടുമുട്ടുന്നതിലും വിശ്വസിക്കാത്തവരത്രേ അവർ. അതിനാൽ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു. അതിനാൽ നാം അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ യാതൊരു തൂക്കവും സ്ഥാനവും നൽകപ്പെടുന്നതല്ല. ഇത് ഖുർആനിൽ വന്നിട്ടുള്ളതും ബുഖാരിൻ്റെ ഹദീസും രണ്ടും കൂടാണ്. അപ്പോൾ വെച്ചാൽ ചില ആളുകൾ ഇങ്ങനെ വരും, ഒരു കൊതുകിൻ്റെ വെയിറ്റ് പോലും അള്ളാഹു അവന് കൽപ്പിക്കുകയില്ല എന്ന്. അത്രയ്ക്ക് മോശമായിരിക്കും അയാളുടെ അവസ്ഥ. അപ്രകാരം തന്നെ സൽക്കർമ്മികളായ വിശ്വാസികൾ വരും. അവർ ദേഹം എത്ര മെലിഞ്ഞതാണെങ്കിലും ശരി മീസാനിൽ ഭയങ്കരമായ കനം കൂടിയവരായിരിക്കും. അപ്പോൾ നമ്മളെവിടുത്തെ കോലം പോലെ തന്നെ ആയിരിക്കും ബോഡി അവിടെ ഉണ്ടാവുക, അള്ളാഹു ആലം. ഒരിക്കൽ നേർത്തു മെലിഞ്ഞ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അറാഖിൻ്റെ മരത്തിൽ കയറി. കാറ്റടിച്ചപ്പോൾ മരക്കൊമ്പ് അദ്ദേഹത്തെ ആടിയുലഞ്ഞു മരക്കൊമ്പിൽ. ഇത് കണ്ട് ചില സഹാബികൾ ചിരിച്ചു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആണ് സത്യം, അദ്ദേഹത്തിൻ്റെ കാലുകൾ മീസാനിൽ ഉഹദ് പർവ്വതത്തേക്കാൾ ഭാരമുള്ളതാണ്. അപ്പം ആ സ്വഹാബിൻ്റെ കാലുകൾ എന്ന് പറയുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദിൻ്റെ കാലുകൾ ഉഹദ് പർവ്വതത്തേക്കാൾ ഭാരമുണ്ട്. അത്രയ്ക്ക് വെയിറ്റുമായിട്ടാണ് അദ്ദേഹം അവിടെ നാളെ പരലോകത്ത് ചെല്ലാൻ. അപ്രകാരം തന്നെ സൽക്കർമ്മികളായ വിശ്വാസികൾ അവരെത്ര മെലിഞ്ഞതായാലും ശരി ഭയങ്കര കനം കൂടിയവരായിരിക്കും അള്ളാഹുവിൻ്റെ മീസാനിൽ. ഇപ്പോൾ സത്യവിശ്വാസികൾ സൽക്കർമ്മങ്ങൾ മുഖേനയാണ് സ്വർഗത്തിലേക്ക് പോകുക. മീസാനിൽ കനം തൂങ്ങുന്ന പ്രത്യേകമായ ചില കർമ്മങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാക്കുക. ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാനം അള്ളാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കുവാൻ പാടില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനുമാണെന്ന സത്യസാക്ഷ്യ വചനങ്ങളാണ് അല്ലേ. അത് മീസാനിൽ കനം തൂക്കും. അപ്പോൾ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മീസാനിൽ കനം വരുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൽ മാത്രമല്ല, പ്രവൃത്തിയിലും നമ്മുടെ എല്ലാ വിഷയത്തിലും, വിശ്വാസത്തിലും പ്രവൃത്തിയിലും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ മഹത്വം നമ്മൾ കാണിക്കുക. അത് വെറുതെ ചൊല്ലിപ്പോയി എന്ന് വെച്ചിട്ട് കിട്ടിയൊന്നുമില്ല അല്ലേ. ഞാൻ മേലെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനെ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ വിചാരണക്ക് വിളിക്കുകയാണ്. അപ്പോൾ വിചാരണക്ക് വിളിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് 99 ഇതിന് ഞാൻ ഈ വിഷയം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. 99 വലിയ ഗ്രന്ഥങ്ങൾ കണ്ണെത്താ ദൂരത്തോളം അയാളുടെ ഗ്രന്ഥങ്ങൾ കിടക്കുക. എന്താണ്? പാപങ്ങളെ ഗ്രന്ഥങ്ങളാണ്, പുണ്യങ്ങളല്ല.
അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, ഇതിൽ നീ വല്ലതും നിഷേധിക്കുന്നുവോ? എല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്ന എൻ്റെ പിന്നെ എഴുത്തുകാർ വല്ലതും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിക്കും അയാളോട്. അപ്പോൾ ഹദീസ് നോക്കിയിട്ട് പറഞ്ഞാൽ അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ല സയുഖല്ലിസു റജുലൻ മിൻ ഉമ്മത്തി അലാ റുഊസിൽ ഖലായികി യൗമൽ ഖിയാമത്തി. അതായത് ഒരു മനുഷ്യനെ അള്ളാഹു വിളിക്കും, അവനെ വിചാരണയ്ക്ക് വേണ്ടി വിളിക്കും. ഫയൻഷുറു അലൈഹി തിസ്അത്തം വ തിസ്ഈന സിജീലൻ. അതായത് 99 ഏടുകളുമായിട്ടാണ് അയാളെ വിളിക്കുക. കുല്ലി സിജീലി മിസില മദ്ദൽ ബസരി സുമ്മ യഖൂലു. എല്ലാ പിന്നെ ഏടുകളും തന്നെ ബദൽ, അതായത് കണ്ണത്ത മദ്ദൽ ബസരി എന്ന് പറഞ്ഞാൽ കാഴ്ച വിട്ടുപോകുന്ന അതിന് മാത്രം വിശാലമായ പിന്നെ ഏടുകളാണ്. സുമ്മ യഖൂല. അപ്പം എന്നിട്ട് അള്ളാഹു ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ഷൈഉൻ അളലമക കതബത്തിൽ ഹാഫിളൂന. എൻ്റെ അതായത് മാന്യമായ കിറാമിൻ കാത്തിബീനായ മലക്കുകൾ എഴുതുന്നതിൽ എന്തെങ്കിലും അനീതി ഇതിലെന്തെങ്കിലും നിനക്ക് ദർശിക്കാമോ? അതായത് ഇയാൾ ചെയ്യാത്തത് എന്തെങ്കിലും അതിലുണ്ടോയെന്ന്. ഫയഖൂലു യാ റബ്ബി. അപ്പോൾ അയാൾ പറയും ഇല്ല. ഫയഖൂലു അഫലക ഉദുറുൻ. ഫയഖൂലു എനിക്കെന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉദിറ് പറയാനുണ്ടോ? ഒഴിവ് കഴിവുകൾ എന്തെങ്കിലും മലക്കുകൾ ഇല്ലാത്തത് എഴുതിയതാണെന്നോ ഞാനിതൊന്നും ചെയ്തിട്ടില്ലാന്നോ സത്യമല്ല കളവാണെന്ന് അങ്ങനെ പലതും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുമല്ലോ. അപ്പോൾ അയാൾ പറയും യഖൂലു ബലാ ഇന്നലക ഇന്ധന ഹസനത്ത്. അപ്പം അയാൾ പറയില്ല, എനിക്കൊരു ഉദറും പറയാനില്ല, ഇതൊക്കെ സത്യം തന്നെയാണെന്ന് പറയും. അപ്പോൾ അള്ളാഹു അയാളോടായിട്ട് പറയും ഫയഖൂലു ബലാ ഇന്ന ലക ഇന്ധന ഹസനത്തും ഫഇന്നഹു ലാ ളുൽമ അലൈക്കൽ യൗമ. അതായത് ഞാൻ ഇന്നേ ദിവസം നിനക്ക് വേണ്ടിയിട്ട് ഒരു നന്മ, ഒരു ചെറിയ നന്മ ശേഖരിച്ച് വച്ചിട്ടുണ്ട്. ഇന്നേ ദിവസം ആരോടും തന്നെ ഞാൻ അക്രമം പ്രവർത്തിക്കുകയില്ല. അവൻ എന്താണോ ചെയ്തത് അത് പറഞ്ഞാൽ ഒരു അണുമണി തൂക്കം ചെയ്താലും അത് കിട്ടും. ഫതഖ്റുജു ബിതാഖത്തൻ ഫീഹ. അതിൽ നിന്ന് ഒരു കാർഡ്, അല്ലേ, ബിതാഖത്ത് എന്ന് പറഞ്ഞാൽ കാർഡ്, ഇൻവിറ്റേഷൻ കാർഡ് എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനത്തെ ഒരു കാർഡ് എടുത്ത് കൊണ്ടുവരിക. അപ്പം അത് കണ്ടപ്പോൾ അയാൾ ചോദിക്കുകയാണ് ഫയഖൂലു ഉൻസുർ വസ്നക. ഫയഖൂലു യാ റബ്ബി മാ ഹാദിഹിൽ ബിതാഖ. ഈ ഒരു ചെറിയ കാർഡ് എന്താവാനാ പഠിച്ചോനെ എൻ്റെ 99 ഏടിൻ്റെ മുമ്പിൽ. അതായത് അയാൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ മുമ്പിൽ, ഈ ഏടുകളിൻ്റെ മുമ്പിൽ ഈ കാർഡിന് ഒരു വിലയില്ല. മവ ഹാദിഹി സിജീലത്തി ഫഖാല ഇന്നഹ ലാ തുള്ളിം. അത് പിന്നെ അള്ളാഹു പറയാണ്, നീ ഒരിക്കലും നിൻ്റെ മേൽ ഒരു അക്രമവും ചെയ്യപ്പെടുകയില്ല. ആല ഫതൂലഹു സിജീലാത്തു ഫി കിഫത്തി വൽ ബിതാഖത്തു ഫി കിഫത്തി ഫതാശതി സിജീലത്തുൻ ഫതഖുലത്തിൽ ബിതാഖത്തു ഫലാ യദ്ഖുൽ മാസ്മല്ലാഹി ഷൈഅൻ. അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ള ഒരു ആദർശവാക്യം അതുമേൽ അങ്ങോട്ട് വെച്ച പാടെന്തായി അയാളെ ഇതിൻ്റെ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും ഇതൊന്നും ചെല്ലുന്ന കാര്യത്തിൽ നമുക്ക് അതിനൊരു ഇൻട്രസ്റ്റും ഇല്ല എന്ന് വേണം പറയാൻ, അല്ലേ. ഷഹാദത്ത് കലിമ അങ്ങോട്ട് വെച്ച പാട് ഇയാളെ എന്ത് വഴി നന്മയുടെ അങ്ങനെ താന്നു പോയി. അതായത് മറ്റൊരു ഹദീസിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇയാൾ ഭയങ്കര പിന്നെ ശിർക്കൊന്നും ചെയ്യാതെ ബിദ്അത്തുകളൊന്നും ചെയ്യാത്ത ഒരു സത്യവിശ്വാസിയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ ഷഹാദത്ത് കലിമക്ക് ഇത്ര ഒന്നും വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ അയാൾ ഇത് മനസ്സറിഞ്ഞിട്ട് ഷഹാദത്ത് ചെല്ലിയ ഒരു മനുഷ്യൻ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ സാധാരണ നമ്മൾ ഒരുപാട് ദിക്റുകൾ ചെല്ലുന്നുണ്ടല്ലോ, ഓരോന്നിനും ഓരോ ഫളായിലുകളുണ്ടെന്ന് നമുക്കറിയാം. മറ്റെന്താണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ അന്നേ ദിവസം രാവിലെ സുബഹിക്ക് ചെല്ലിയ വൈകുന്നേരം വരെ മരിച്ച സ്വർഗത്തിലാണ്. അതുപോലെ തന്നെ മഗ്‌രിബിന് ചെല്ലിയാലും. അപ്പോൾ അതുപോലെ ഈ ഒരു കലിമ ഷഹാദത്ത് ചെല്ലുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വെയിറ്റ് ഉള്ളതാണ്. മാത്രമല്ല എന്താ വേറൊരു ക്വാളിറ്റി എന്താ, ഭയങ്കര വെയിറ്റ് ഉള്ളതുമാണ്. പാപമോചന നേതാവും കൂടാണെന്ന് പറയണം, അല്ലേ. നേതാവല്ല, പാപമോചനത്തിന്. അതായത് ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരു മനുഷ്യൻ്റെ പാപങ്ങളൊക്കെ മായ്ക്കപ്പെടുവാൻ ഈ ഒരു ഷഹാദത്ത് കലിമ സാക്ഷിയായി. എങ്കിൽ നമുക്കൊക്കെ ഇത് എത്രയും പ്രാവശ്യം ചെല്ലിക്കൂടെ? ചെല്ലലുണ്ടോ നിങ്ങളൊക്കെ?
ചെല്ലലുണ്ടോ? ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ള ഈ 99 ഏടിൻ്റെ കണക്കും ഇതൊക്കെ. അതും വെറുതെ വെറും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നുള്ള 2 വാക്യല്ലേ. ഞാൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂൽ ദൂതനും അടിമയുമാകുന്നുള്ള ആ ഒരു വാക്ക് ഷഹാദത്ത് മാത്രം ആണ്, ഇനി മാത്രം. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഷഹാദത്തൊക്കെ വളരെ, അതായത് ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് കുറച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ നമ്മുടെ തുലാസ് നല്ല വെയിറ്റ്. ഒന്ന് പാപമോചനം, 2 തുലാസിൽ. ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫസ്റ്റ് ടോപ്പിക്സാണ്. എന്നാലും നമ്മൾ ഒരുപാട് പാപങ്ങളായിട്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ പാപമോചനങ്ങൾ ലഭിക്കുകയും ചെയ്യും, പിന്നെ തുലാസിൽ വെയിറ്റും വരും. അപ്പോൾ ഈ ഒരു ദിക്ർ എല്ലാവരും മനസ്സറിഞ്ഞ് തന്നെ ഒരുപാട് പ്രാവശ്യം ചെല്ലാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞല്ലോ അല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്യം ഒരു കയ്യിലും മറു കയ്യിൽ വേറെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ കൈ എന്താവുന്ന പറയുന്നത്. ഇബ്നു സാഹിബും ഇബ്നു മാജ ഹക്കീം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയാണ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ കൈ അങ്ങ് താണ് പോകും. അതിന് അത്രമാത്രം വെയിറ്റ് ആണെന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു വാക്യം ചെല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ അങ്ങനെയല്ല, എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായിട്ട് മനസ്സറിഞ്ഞിട്ട് അല്ലാഹുവേ നീ അല്ലാണ്ട് വേറൊരു ഇലാഹില്ല. ആ ഒരു വാക്യത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളും കൂടി വേണം. ശിർക്കില്ലാത്ത അമൽ സ്വാലിഹാത്തും വേണം അല്ലേ. ശിർക്ക് ചെയ്യുന്നവരിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിട്ട് കാര്യമുണ്ടോ? ഇല്ല. ശിർക്ക് ചെയ്യാത്തവർ ഇതൊന്നെന്നെങ്കിലും ചെയ്തില്ലാൽ അതിന് മാത്രം. അപ്പോൾ നമ്മളെ എന്ത് ദിക്റിലും നമ്മുടെ മനസ്സും ഹൃദയവും വായും ചുണ്ടും, അതുപോലെ ചുണ്ടനക്കാണ്ട് ദിക്ർ ചെല്ലിയാലും പ്രതിഫലം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓർമ്മിച്ച കൂലി കിട്ടുമായിരിക്കും, പക്ഷെ ദിക്റിൻ്റെ പ്രതിഫലം കിട്ടൂല. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാരെങ്കിലും 100 പ്രാവശ്യം ചൊല്ലിയാൽ അല്ലേ, 100 നന്മകൾ അവൻ്റേത് എഴുതപ്പെടും, 100 തിന്മകൾ മായ്ക്കപ്പെടും. അതിലൊക്കെ വലിയൊരു അഡീഷണൽ ബെനിഫിറ്റ് എന്താ വെച്ചാൽ അന്നേ ദിവസം പ്രദോഷം വരെ പിശാചിൽ നിന്ന് കാവൽ. അത് മുത്തഫഖു അലൈഹി ആയ ഹദീസാണ്. അത് ബുഖാരി മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രാവിലേക്ക് മഗ്‌രിബിന്റെ 10 ദിക്റിനകത്തല്ലേ 100 ചെല്ലേണ്ടത് എന്ന് പറയണ്ടെന്നല്ലേ പറയുന്നത്. അത് ഓരോന്നിനും ഓരോ പ്രതിഫലമാണ് കേട്ടോ. ഇതിന് ഓരോ വാക്കുകൾക്കും വ്യത്യാസമുണ്ട്. ഒരു വെറും 10 പ്രാവശ്യമുള്ള ഒരു ദിക്റുണ്ട്, യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് 10 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഇബ്ലീസിൽ നിന്ന് സംരക്ഷണം. അതിനും വേറെ ഓരോ ദിക്റിനും ഓരോ കൂലിയാണ്. യുഹ്യി വയുമീതു പറഞ്ഞാൽ വേറെ. പിന്നെ അങ്ങാടി പ്രാർത്ഥന ഇത് തന്നെ ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ പറഞ്ഞാലാണ്. ആ പറയും പോലെ ഇതിൽ യുഹ്യി യുമീതു ഇല്ല കേട്ടോ. ഈ 100 പ്രാവശ്യം ചെല്ലുന്നതിൽ യുഹ്യി വയുമീതു ഇല്ല, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് മതി. അങ്ങനെ ഓരോന്നിനും ഓരോ പ്രതിഫലമാണ്. അപ്പോൾ ആ ദിവസം വരെ ആ ദിവസത്തിൽ പ്രദോഷം വരെ പിശാചിൽ നിന്ന് കാവൽ ഉണ്ടാവും. പിന്നെ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. ഇങ്ങനെ ഒരുപാട് ദിക്റുകളും പ്രതിഫലവും ഉണ്ടല്ലേ. ഇതൊക്കെ നന്മൻ്റെ തുലാസിൽ ഭാരം തൂക്കുന്നതാണ്. അതായത് സുബ്ഹാനല്ലാഹ് എന്ന് ഒരു 100 തവണ ചെല്ലിയ ആളിൻ്റെ മേൽ ധാരാളം നന്മകൾ എഴുതപ്പെടുകയോ അദ്ദേഹത്തിൻ്റെ ധാരാളം തിന്മകൾ മായ്ക്കപ്പെടുകയോ ചെയ്യും. സംഭവം നമുക്കിതൊക്കെ ഉണ്ട്, പക്ഷേ അല്ലേ നമ്മുടെ പണിയും കുളിയും നിസ്കാരവും മറ്റോത്തും ക്ലാസ് കേൾക്കലും പഠനം അതെല്ലാം കൂടെ കഴിയുമ്പോൾ ഇത്രയൊന്നും ദിക്റുകളൊന്നും നമുക്ക് കൂടുതലായിട്ട് ചെല്ലാൻ പറ്റുന്നില്ല എന്നുള്ള വലിയ വിഷമം അല്ലേ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ തുലാസ് നടക്കും അല്ലേ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ എന്ന ആകാശഭൂമികൾക്കിടയിലുള്ളത് നടക്കും അല്ലേ. അപ്പോൾ ഈ വെറും ഒരു അൽഹംദുലില്ലാ എന്ന് നമ്മൾ മനസ്സറിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ പോയി കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സ് ഇടുമ്പോൾ അൽഹംദുലില്ലാ പടച്ചോനെ ഇന്ന് ഞാനിപ്പോൾ കുളിച്ചത്, ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ കുളിച്ച്, ബാത്റൂമിൽ പൈപ്പുണ്ട്, വെള്ളമുണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, മോട്ടറുണ്ട്, കറണ്ടുണ്ട്, എല്ലാത്തോടും കൂടി കുളിച്ച് ഞാൻ ഡ്രസ്സ് ചെയ്ത് അൽഹംദുലില്ലാ. ഒരു
ഒരൊറ്റ അൽഹംദുലില്ല മതി എന്താവാൻ, തുലാസ് നടക്കാൻ. നമ്മൾ കുറേ അൽഹംദുലില്ല പറയുന്നുണ്ട്, പക്ഷെ അത് സിൻസിയർ അല്ല. അത് വെച്ചാൽ തഖ്വയോട് കൂടിയല്ല പറയുന്നത്. അതുപോലെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ല തംലാനി മിൽ സമാവാതി വ മിൽ അൽ അർദ്, ആകാശഭൂമികൾ അത് രണ്ടും കൂടി പറയുമ്പോൾ അല്ലേ. അപ്പോൾ നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് ഒഴിവിൽ ഇരുന്നിട്ട് തക്കവയോട് കൂടി തന്നെ നമ്മുടെ വോയിസ് മാറ്റിയിട്ട് ഇതൊക്കെ ഉള്ള ഒരു വോയിസും അതാണ് അങ്ങനത്തെ അല്ല. പഠിച്ചോനെ അപ്പോൾ ഇതൊക്കെ നീ തന്നല്ലോ എന്നുള്ള ഒരു അൽഹംദുലില്ല പറയണം അല്ലേ. അപ്പോൾ അത് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മിൽ സമാവാതി വ മിൽ അൽ അർദ് നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ല ചൊല്ലി കഴിഞ്ഞാൽ ആകാശഭൂമികൾ നിറയ്ക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ഭൂമിയിലുള്ള എല്ലാറ്റിനേക്കാളും എനിക്കിഷ്ടമാണെന്ന് അള്ളാഹു. അപ്പോൾ യുഹിബുലെ അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്ന വാക്കുകളാണ്. പിന്നെ തുലാസിൽ ഭയങ്കര കനം തൂങ്ങുന്നത് പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള നഫ്സി വസിനത അർശി മിതാദ കെലിമാത്തി. അത് നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്നത് ചിലപ്പോൾ സുബഹി നിസ്കരിച്ചിട്ട് ഇഷ്റാഖിന് ഇരിക്കാനൊന്നും നബിക്ക് നേരം ഉണ്ടാവില്ല. നബി പല മാനുഷ്യത്തിൻ്റെ കാര്യവും യുദ്ധത്തിൻ്റെ കാര്യവും ദീനിൻ്റെ കാര്യമായിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ പോകുമ്പോൾ ജുബൈരിയ റളിയല്ലാഹു അൻഹ അങ്ങനെ നിസ്കാരപ്പായിൽ ഇരിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴും ജുബൈരിയ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഇരിക്കുക, നമ്മുടെ ഉമ്മ അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ നബി ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഇത്രയും സമയം ഇവിടെ ഇരുന്നില്ലേ, ഇതിനേക്കാൾ പ്രതിഫലമുള്ള ഒരു കാര്യം എനിക്ക് കിട്ടിയ എന്താണ് നബിയെ? ഞാൻ എത്ര നേരമായി ഇവിടെ ഇരുന്ന് ചൊല്ലുന്നത്, അതിനേക്കാളും വലുതെന്തേനും നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്ന ഒരു ദിക്റാണിത് അല്ലേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള നഫ്സി വസിനത അർശി മിദാദ കലിമാത്തി. അതായത് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അതായത് ഹൽക്കി അതിൻ്റെ എണ്ണത്തോളം, വരിള നഫ്സി അതായത് തൃപ്തിയുടെ, അതായത് ഓരോ ശരീരത്തിനുണ്ടാകുന്ന തൃപ്തിയുടെ എണ്ണത്തോളം, വസിനത്ത് അർഷി അതായത് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ സിംഹാസനത്തിൻ്റെ ഭംഗിയോളം, മിതാദ കലിമാത്തി. അത് അപ്പോൾ ഇതൊക്കെ ഈ ഒരു വചനം ചൊല്ലിയത് കൊണ്ടാണ് എനിക്ക് ഒരുപാട് പ്രതിഫലം കിട്ടിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രാവിലെ 3 പ്രാവശ്യവും വൈകുന്നേരം 3 പ്രാവശ്യവും അല്ല രാവിലെ മാത്രം 3, അങ്ങനെ 2 രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാത്ത സമയത്തും ചൊല്ലിയാൽ ഒരുപാട് ഒരുപാട് മീസാനിൽ കനം തൂങ്ങുന്ന വചനങ്ങളാണ്. പിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു വചനം ഏതാ? എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. എന്താണ്? അല്ല അതല്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് അതെ അതാണ്. പിന്നെ ലാ ഹൗല അല്ല, ഞാൻ പറഞ്ഞുതരാം. മറ്റേ സുബ്ഹാനല്ലാഹി വബിഹംദി. അപ്പോൾ ഇതുകൊണ്ട് പറയുന്ന ഈ തന്നെ തീർന്നില്ല ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദി അദദ ഖൽഖി എന്ന് പറയുന്നത് ആകാശഭൂമികൾ ഉൾക്കൊള്ളുന്ന, അപ്പം ഇത് ആകാശഭൂമികൾ ഉൾക്കൊള്ളുന്ന അത്ര ഭാരമുണ്ട് എന്നാണ് പറയുന്നതിന്. അപ്പോൾ അത് ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ ചെല്ലുന്നുണ്ടാകും ദിവസമല്ലേ അങ്ങനെയല്ല. ഇത് ചെല്ലുമ്പോൾ ഇത് നമുക്ക് എന്ത് പണി, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിരിയാണി വെക്കുന്ന കോൺസെൻട്രേഷൻ, ഒരു ചായ ഉണ്ടാക്കുന്ന കോൺസെൻട്രേഷൻ രണ്ടും രണ്ടാണല്ലോ അല്ലേ. അതിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പൊമ്പോതേനും തക്കാളി എല്ലാത്തിൻ്റെ പുറമെ ലേശം ഒരു 1/2 kg നെയ്യൊക്കെ ഇട്ടിട്ടല്ല നമ്മൾ ബിരിയാണി വെക്കുള്ളൂ. അപ്പോൾ അതിനെന്താ, അതിനൊരു ശ്രേഷ്ഠത ഉണ്ട്. അത് നല്ല പൈസൻ്റെ ചിലവുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. അതൊരു മെനക്കെട്ട് ചെന്ന് ചായ വെച്ച് നമ്മളത്ര ശ്രദ്ധിക്കുമോ? ചായയിൽ ചിലപ്പോൾ മധുരം വേറും കല്ല് ചായപ്പൊടി അധികമായ കഴിച്ചു അങ്ങനത്തെ ഒക്കെ കണ്ടീഷനിൽ ചായ വരും. പക്ഷേ ബിരിയാണി നമ്മളൊന്ന് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുക. അതുപോലെ തന്നെ ഇത് ചെല്ലുമ്പോൾ വളരെ അല്ലേ, അള്ളാഹുവിൻ്റെ അർഷും ആകാശഭൂമികൾ ഉൾക്കൊള്ളുന്ന അത്ര ഭാരമുള്ള ഒരു കലിമ ആകുമ്പോൾ നമ്മൾ ആ കലിമനെ നമ്മൾ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ കൊണ്ട് അതൊരു 100 പ്രാവശ്യം പറഞ്ഞാൽ ഒരു 3 പ്രാവശ്യം വൃത്തിക്ക് പറയാൻ ശ്രമിക്കുക അല്ലേ. അങ്ങനെ പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദി എന്നതുകൊണ്ട് ഞാൻ വസിയത്ത് നൽകുന്നു, സർവ്വ സൃഷ്ടികളുടെയും പ്രാർത്ഥനയാണത് അല്ലേ. അള്ളാഹു അവർക്ക് ഉപജീവനം നൽകുന്നു. അപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. കലീമത്താനി ഹഫീഫത്താനി അലൽ ലിസാനി, അതായത് അത് നാവിന് ഭാരമില്ലാത്തതാണ്. അവ രണ്ടും
മീസാനിൽ ഭയങ്കര സഖീലത്താനി ഫിൽ മീസാനി, മീസാനിൽ ഭയങ്കര കനം തൂങ്ങുന്നതുമാണ്. ഹബീബത്താനി ഇല റഹ്മാനി, അല്ലേ? ഹബീബ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയില്ല, യാ ഹബീബി എന്നറിയില്ല അല്ലേ? ഹബീബത്തി, ഫ്രണ്ട് ആകുമ്പോൾ യാ ഹബീബത്തി എന്നറിയും. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ വചനങ്ങളെ ചെല്ലാനാണെങ്കിലോ എളുപ്പമാണ് അല്ലേ? സുബാനല്ലാഹി വബിഹംദി സുബാനല്ലാഹിൽ അലീം എന്നുള്ളത്. അത് ബുഖാരി മുസ്ലിമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത മുത്തഫഖു അലൈഹി ആയ ഹദീസാണ്. അപ്പോൾ അത് നമുക്ക് അത്രക്ക് അങ്ങ് വിശ്വാസത്തോടു കൂടി തന്നെ ചെല്ലാം അല്ലേ? പിന്നെ അൻ അബീ സലമ റളിയല്ലാഹു അൻഹു കാല സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ബഖിൻ ബഖ് അഷാറ ബിയദി ഹംസി, 5 വിരലും കാട്ടിയിട്ട് പറഞ്ഞു ബഹിൻ ബഹ്, അതായത് മിറാക്കിൾ. നമ്മൾ ഭയങ്കര അത്ഭുതം തന്നെ എന്നറിയില്ല നമ്മൾ. അതിനുള്ള പിന്നെ മക്ക നിവാസികൾ ഉപയോഗിക്കുന്ന വാക്കാണ് ബഹിൻ ബഹ്. അതായത് ഈ ബഹിൻ ബഹ് എന്ന് പറഞ്ഞാൽ 5 വിരൽ കൊണ്ട് ഇങ്ങനെ കാട്ടി അല്ലേ? അബൂ സലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. ബഹിൻ ബഹ് എന്ന് പറഞ്ഞ് തൻ്റെ കൈകൊണ്ട് 5 ആംഗ്യം കാണിച്ചു. അപ്പം ഇവകൾ മീസാനിൽ എത്രമാത്രം ഭാരം നിറഞ്ഞതാണെന്നറിയോ? ഒന്ന് സുബ്ഹാനല്ലാ, വൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാഹു, വല്ലാഹു അക്ബർ. ഒരു മുസ്ലിമായ മനുഷ്യന് മരണപ്പെട്ട സ്വാലിഹായ സന്താനവും പ്രസ്തുത സന്തതിയുടെ മരണത്തിൽ അയാൾ ക്ഷമിക്കുകയും പ്രതിഫലം കാക്ഷിക്കുകയും ചെയ്യുന്ന പക്ഷം അതും ഈ 4 വചനങ്ങളും സുബ്ഹാനല്ലാ, വൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലേ? ഈ 4 വചനങ്ങളും ഈ ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് നഷ്ടപ്പെട്ട ഒരു കുട്ടി, ഈ 5 കാര്യവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഭയങ്കര മീസാനിൽ കനമുള്ളതാണ് അല്ലേ? ഹാക്കിം, നസായി, പിന്നെ ഇബ്നു ഹിബാൻ, അങ്ങനെ ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. അപ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ ഇതിൽ ഏത് കൊണ്ട് ചെല്ലിയാലും വിരോധമില്ല. ഏത് ചൊല്ലിയിട്ട് തന്നെ പിന്നെ അതായത് സുബ്ഹാനല്ലാഹ് ആദ്യം പറഞ്ഞാൽ അൽഹംദുലില്ലാ ആദ്യം പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യം പറഞ്ഞാലും പ്രശ്നമില്ല. ഇത് 4 എണ്ണം ഉണ്ടായിരിക്കണം. ഇതിന് വേറെ ഒരുപാട് ഫളായിലുകളുണ്ട്. അപ്പോൾ ഞാൻ ആ വിഷയ സംബന്ധമായിട്ട് ഇതിൻ്റെ വെയിറ്റ് മാത്രം പറഞ്ഞു പോവുകയാണ്. പിന്നെ പറയുന്നത് അതായത് അബി മാലിക്കിൻ അഷേരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹൂറു ഷത്രുൽ ഈമാൻ അൽഹംദുലില്ലാ തംലഉൽ മീസാൻ. അതായത് ശുദ്ധി വിശ്വാസത്തിൻ്റെ പകുതിയാകുന്നു അല്ലേ? ക്ഷമ പറയുന്നുണ്ട് അല്ലേ? അസബറു ഷത്രുൽ ഈമാൻ പറയുന്നുണ്ട്, ക്ഷമയും പറയുന്നുണ്ട്, ശുദ്ധിയും പറയുന്നുണ്ട്. ഇത് രണ്ടും വിശ്വാസത്തിൻ്റെ പകുതിയാകുന്നു. അപ്പോൾ അതുപോലെ അൽഹംദുലില്ലാ തംലഉൽ മീസാൻ, അള്ളാഹുവിൻ്റെ തുലാസ് നിറയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് അൽഹംദുലില്ലാ പറയലുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ പിന്നെ കാമൻ ക്വയറ്റായിട്ട് ഭയങ്കര സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് അള്ളാഹുവിനെ പിന്നെ അൽഹംദുലില്ലാ എനിക്ക് എന്തെല്ലാം കിട്ടി. അതുപോലെ പിന്നെ നമുക്ക് കിട്ടിയപ്പം സൈക്കോളജിക്കലി അവർ പറയും ഗ്രാറ്റിറ്റ്യൂഡ് പറയും, ഗ്രാറ്റിറ്റ്യൂഡ് പറയും, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമെന്നും പറഞ്ഞിട്ട് പിന്നാലെ നടക്കുക. അപ്പോൾ ഏത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താലും അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പിന്നെ കുറിച്ച്. അള്ളാഹുവിന് എന്താ വെച്ചാൽ നമ്മുടെ സൃഷ്ടാവിന് നന്ദി പറയുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അവർ ഓരോന്നും എടുത്തെടുത്തെടുത്ത് പറഞ്ഞു, നമ്മളങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞൊന്നും എഴുതുന്നില്ല, പക്ഷേ എടുത്ത് ഓരോ നന്മയ്ക്ക് ഉദാഹരണമായിട്ട് പറയാൻ എനിക്ക് നല്ലൊരു വീട് കിട്ടി അൽഹംദുലില്ലാ, അത് വൈറ്റ് വാഷ് ചെയ്ത് പെയിൻ്റ് ഇട്ട് എല്ലാം നീറ്റിലാണുള്ളത് അൽഹംദുലില്ലാ. അല്ലെങ്കിൽ അവിടെ ചളി ഇവിടെ ചേറ്, മഴ പെയ്ത് ഒലിക്കുന്നു, ബാത്റൂം ചോരുന്നു, പൈപ്പ് പൊട്ടിയിട്ടുണ്ട്, ലൈറ്റ് ഫ്യൂസ് ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് ടെൻഷനല്ലേ? അതൊന്നുമില്ല, നല്ല റാഹത്തുള്ള വീട് അൽഹംദുലില്ലാ. നല്ല മക്കൾ, എല്ലാം കയ്യും കാലും കണ്ണും മൂക്കൊക്കെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പിന്നെ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടീനെ, അതായത് അംഗവൈകല്യമുള്ള ഒരു കുട്ടീൻ്റെ അമ്മനോട് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കണം. അപ്പോഴേ നമ്മളെ മക്കളെ ബുദ്ധിനെക്കുറിച്ച് നമുക്ക് ചിന്ത വരുള്ളൂ. അതായത് ഞാൻ മൈസൂർ ഐഷിലൊക്കെ എൻ്റെ മോളെ കുട്ടീനെ ചെറിയ ഫോൾട്ടാണ്, ചെറിയൊരു പ്രയാസമുള്ള അതും കൊണ്ട് പോയപ്പോൾ ഓരോ മക്കൾ ഓരോ അവസ്ഥ കണ്ടിട്ട് അൽഹംദുലില്ലാ നമുക്കൊക്കെ തന്ന മക്കൾ നമ്മളൊക്കെ തന്നെ കണ്ണുണ്ട് കാതുണ്ട് കൈയുണ്ട് എത്ര സ്തുതിച്ചാലും. പക്ഷേ നമ്മളന്ന് സ്തുതിക്കുമ്പോൾ സ്തുതിൻ്റെ ഒപ്പം ഒരു സംഗതിയും കൂടെ നമ്മൾ പറയില്ല, പഠിച്ചോനെ റബ്ബ 2 കൈയുണ്ട് 2 കാലുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നടന്ന് എവിടെയെല്ലാം പോകാം, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം അല്ലേ? നമുക്കറിയാം നമ്മളത്ര തന്നെ ബുദ്ധിയും ഒരുപാട് പഠിച്ച് വക്കീലും ജഡ്ജും അതോ ഇതും IAS കലക്ടറും എന്തെല്ലോ ഒക്കെ പഠിച്ചവരുണ്ട്. പക്ഷെ അവർക്കറിയാവോ യഥാർത്ഥ
എന്താണ്, ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അള്ളാൻ്റെ അടുക്കൽ വിലപ്പോകുന്നൊരു മതം ഇസ്ലാമാണെന്നുള്ള ഒരൊറ്റ ചെറിയ തത്വം അറിഞ്ഞിരുന്നെങ്കിൽ അവരൊക്കെ സ്വർഗത്തിൽ പോകില്ല അല്ലേ. അവരെത്രയോ പഠിച്ചിട്ടുണ്ട്. പഠിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലേ. അയൽമൻ നാഫിയ, അതാണ് റബ്ബി സിദ്നി അയൽമൻ നാഫിയ നമ്മളെപ്പോഴും ചെല്ലുന്ന ഉപകാരപ്രദമായ അറിവ് വേണം. അപ്പം നമ്മൾ ഇസ്ലാമായിട്ട് ജനിച്ചു, അൽഹംദുലില്ലാ. നമ്മളെ ഉമ്മയും ഉപ്പയും ഇസ്ലാമായി, അൽഹംദുലില്ലാ. നമ്മൾ ദീൻ പഠിപ്പിച്ചു, അൽഹംദുലില്ലാ അല്ലേ. അതൊക്കെ നമ്മൾ അൽഹംദുലില്ലാ പറയണ്ടേ. എത്ര എത്ര പിന്നെ മുസ്തഫയും ജമീലയും ഫാത്തിമയൊക്കെയാണ് തലയെ തട്ടിടാണ്ട് നടക്കുന്നത്, അഞ്ചൊത്ത് നിസ്കരിക്കാൻ അറിയാത്തത്. അത് നമ്മളെ കുട്ടികളെ ഹോസ്റ്റലിൽ അയച്ചാൽ അറിയാം. അങ്ങനെ പലവിധ മക്കളും ഉണ്ടാവും. പക്ഷെ അവരൊക്കെ അല്ലേ കണ്ടാൽ അവർ എമിറ്റേറ്റ് ചെയ്യണം, ഇസ്ലാമിലേക്ക് വരണമെന്നൊക്കെ ഉണ്ട്. അവർക്ക് സത്യവിശ്വാസം അവരുടെ മാതാപിതാക്കൾ കാട്ടി കൊടുത്തിട്ടില്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. നല്ല പൈസയും ശമ്പളവും പെൻഷനും അതും ഇതൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടാവും. എന്താ അവിടെ അള്ളാഹ്ക്ക് ഒരു പ്രസക്തി ഇല്ല. അതുകൊണ്ട് ആ കുട്ടികൾ അങ്ങനെ ആയിപ്പോയി അല്ലേ. അപ്പം അങ്ങനെ അപ്പം നമുക്കിതൊക്കെ ചെയ്യാനുള്ളൊരു ഹദീസ് മനസ്സിലാക്കാനും ഖുർആൻ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള തൗഫീഖ് അൽഹംദുലില്ലാ. എന്നിട്ട് ഇത് ചെയ്യാനുള്ള തൗഫീഖും തന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടി തഖ്വ വേണം അല്ലേ. നമ്മളൊരു തഖ്വയോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണെങ്കിൽ അത് മീസാനിൽ കനം തൂങ്ങി മീസാൻ അങ്ങ് താഴെ പോകുന്ന ടൈപ്പായിട്ട് പറയാനുള്ളൊരു തഖ്വ വേണം നമുക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ബൽ വലദു സാലിഹു യുതവഫി ലിൽ മറിയിൽ മുസ്ലിം ഫതസിബു. ആ കുട്ടി മരിക്കുക എന്നുള്ള, ഇപ്പോൾ നമുക്ക് അള്ളാഹിനോട് ദ്വാരുന്ന് നമ്മളെ കുട്ടികളെ മരിപ്പിക്കുകയൊന്നും ഇല്ലല്ലോ അല്ലേ. അത് ഓരോരുത്തർക്ക് ഏതെങ്കിലും ഒരു 1000-ൽ 10,000-ൽ ഒരാൾക്കൊക്കെ കുട്ടികൾ മരിക്കുന്നുള്ളൂ. പക്ഷേ ഇത് നമുക്ക് എന്താക്കാം, തംലൗൽ മീസാൻ വേണ്ടിയിട്ട്, മീസാൻ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ചെല്ലാം അല്ലേ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ മാത്രവും ചെല്ലാം, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബറും ചെല്ലാം. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ ഈ പ്രതിഫലത്തിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു കുടക്കീഴിൽ ദിക്റുകൾ എന്നുള്ള ബുക്കിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹദീസിൻ്റെ കംപ്ലീറ്റ് റെഫറൻസോട് കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് അറിയില്ലെങ്കിൽ വാങ്ങി വായിക്കുക. ഏറ്റവും നല്ല നല്ല സ്വായത്തായിട്ടുള്ള, അതായത് മിസാനിൽ കനം തൂറുന്ന, അള്ളാൻ്റെ അടുത്ത് ഇഷ്ടമുള്ള, ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ പറ്റുന്ന, പിന്നെ ഭാരം കൂടിയ അമലുകൾ, മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന അമലുകൾ, ജാരിയായ, അതായത് നമ്മൾ ചെയ്താൽ ബാക്കിയാത്തു സ്വാലിഹാത്താകുന്ന ദിക്കറുകളുണ്ട് കേട്ടോ. നമ്മൾ ചെയ്ത് കഴിഞ്ഞ ദിക്കറ്, സാധാരണഗതിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ദിക്കറ് ചെല്ലുന്നു, കൂലി വാങ്ങുന്നു, മലക്കുകൾ എഴുതുന്നു, കഴിഞ്ഞു. പക്ഷെ അതല്ല, നമ്മളിപ്പം ചൊല്ലിക്കഴിഞ്ഞാലും വീണ്ടും 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 പ്രതിഫലം നമ്മുടെ മീസാനിൽ വരുന്ന, നമ്മൾ മരിച്ച് ഖിയാമത്ത് നാൾ വരെ നമ്മുടെ പേരിൽ അമലു സ്വാലിഹാത്തായിട്ട് ബാക്കി നിൽക്കുന്ന ബാക്കിയാത്തു സ്വാലിഹാത്തിൻ്റെ ദിക്കറുകളും ഉണ്ട്. അത് ഒരേ ഒരു ദിക്കറാണ്. പിന്നെ അൻ അബി ദറാഗ് നബി അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ ഷൈഉൻ അസ്ഖലു ഫിൽ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഖുലുഖിൽ ഹസന ഫഇന്നല്ലാഹ ലാ യബ്ഗളുൽ ഫാഹിഷൽ ബസീദായി. അതായത് അബൂദർറായിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നു, അന്ത്യനാളിൽ ഒരു സത്യവിശ്വാസിയുടെ തുലാസിൽ സൽസ്വഭാവത്തേക്കാൾ കനം തൂങ്ങുന്ന മറ്റൊരു വസ്തുക്കളുമില്ല. അശ്ലീലം കലർന്ന വാക്ക് ദുസ്വഭാവി വെറുക്കുന്നു. അപ്പം അള്ളാഹുവിൻ്റെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒരു അമലേതാണ്? ഏതാണ്? സൽസ്വഭാവം അല്ലേ. ഞാൻ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത് കുറേ ദിക്കറുകളും കാര്യങ്ങളും എന്നാണ് അല്ലേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറയുന്നു. സുബ്ഹാന സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അത് എന്നും പറയുന്നുണ്ട്. വേറൊരു ഹദീസിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം രണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ്. നമ്മൾ മരിച്ചിപ്പോൾ നമ്മളിപ്പോൾ ഒരു മദ്രസിനും പള്ളിക്കൊക്കെ പിരിവ് കൊടുത്താൽ നമ്മൾ മരിച്ചാൽ കൊടുത്ത് നമ്മൾ പോയി അല്ലേ. പക്ഷെ ആ പള്ളിപ്പിരിവിൻ്റെ ഇതിൽ നമുക്ക് പ്രതിഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുപോലാണ് ഈ ദിക്കറുകൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അന്ത്യനാളിൽ വിശ്വാസിയുടെ തുലാസിൽ കനം തൂങ്ങുന്ന ഏറ്റവും നല്ലൊരു അമൽ ഏതാണ്? ഇത് സൽസ്വഭാവം അല്ലേ. ഈ സൽസ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് വലിയ പ്രയാസമുള്ള എന്തോ കാര്യമാണ് അല്ലേ. പക്ഷേ അത് അറിയാതിരുന്ന കാലത്ത്, പണ്ട് കാലത്ത് അത് വലിയ വിഷമമായി തോന്നുന്നു. പക്ഷേ ഇപ്പോൾ സൽസ്വഭാവത്തിനെ കുറിച്ചിട്ട് നല്ല ക്ലാസ്സുകളൊക്കെ കേട്ട് അത് ലൈഫിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ ചിലർ കാണാം ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നു. ക്ലാസ് കേൾക്കുന്നതിന് ഒരൊറ്റവും ഉണ്ടാവില്ല. 10 മണിക്ക് ക്ലാസ്, 11 മണിക്ക് ക്ലാസ്, 12 മണിക്ക് പഠന ക്ലാസ്, ഇങ്ങനെ കേൾക്കും. പക്ഷേ അതിലെല്ലാം കാര്യം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്.
അല്ലേ? ലൈഫിൽ അപ്ലൈ ചെയ്യാത്ത ക്ലാസ് കൊണ്ട് എന്ത് കാര്യമാണ് അല്ലേ? കാന ഹുലുഖുഹു അൽ ഖുർആന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് ആയിഷ റളിയല്ലാഹുവിനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രവാചകൻ്റെ സ്വഭാവം എന്ന്. അപ്പം പറഞ്ഞു കാന ഹുലുഖുഹു അൽ ഖുർആൻ. ഖുർആൻ എന്താണോ പറയുന്നത് അതായിരുന്നു അദ്ദേഹം, അല്ലേ? അപ്പം അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല. പഠിച്ച കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം, പകർത്തുന്നതായിരിക്കണം. അപ്പോൾ ഈ ഹുസ്നുൽ ഹുലുക്ക് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. നമുക്ക് ഈസിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യമാണെന്ന് ഹുസ്നുൽ ഹുലുക്ക്. ഒന്ന് വേറെ എന്താണെന്നറിയാം? ഭയങ്കര കനത്തിൽ നിൽക്കുന്ന വേറൊന്നുണ്ട്, എന്താണെന്നറിയാം? ഒരു 5 പൈസൻ്റെ ചിലവില്ലാത്ത സംഗതി അത് രണ്ടും അറിയാം. സത്യസന്ധത. ഇത് രണ്ടും ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കളവ് പറയുന്ന നിങ്ങൾ ഓരോരുത്തരും നിസ്സാര കാര്യത്തിന് വരെ കളവ് പറയും, അല്ലേ? കളവ് പറയും. നിങ്ങൾ വിചാരിക്കും എങ്ങനെ കളവ് പറയാണ്ട് ജീവിക്കുക, കൂളായിട്ട് ജീവിക്കുക. ഞാൻ എത്രയോ കൊല്ലമായി, ഞങ്ങളെ പള്ളിയിൽ ഒരു മൗലവി ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, സത്യസന്ധതക്ക് അള്ളാൻ്റെ അടുത്ത് ഭയങ്കര വിലയാണ്. അള്ളാൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഏറ്റവും മുകളിലത്തെ തട്ടിൽ വീടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ അന്ന് മുതൽ അപ്ലൈ ചെയ്യാൻ നോക്കി. ഭയങ്കര ഈസിയാണ്. എൻ്റെ ക്ലാസ് ഒന്നും കൂടെ വേണമെങ്കിൽ ഒക്കെ ഞാൻ കുറേ മുൻപ് എടുത്ത് കൊടുത്തതാണ്. അപ്പം ഹുസ്നുൽ ഹുൽക്കിനാണ് അമലുകളിൽ ഏറ്റവും ഭയങ്കരമായിട്ട് വെയിറ്റ് ഉള്ളത്, അല്ലേ? ഈ ഹുസ്നുൽ ഹുൽക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ മാതാപിതാക്കളോടായാലും മക്കളോടായാലും ഭർത്താവിനോടായാലും ഓഫീസിലായാലും ഗ്രൂപ്പിലായാലും ഒക്കെ നമ്മൾ എന്താക്കണം? അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലേ? ഇപ്പം നമ്മൾ ചില ആളുകളൊക്കെ എന്ന് വെച്ചാൽ പുറത്ത് ഓഫീസിലൊക്കെ ഭയങ്കര നല്ലതായിരിക്കും, എന്താണ് വലിയ ബോസ്സായിരിക്കും. വീട്ടിൽ എത്തി ഷക്കീല എൻ്റെ ഐഡിയിൽ കയറി ഒന്ന് മ്യൂട്ടാക്കണേ, ഷക്കീല. അപ്പോൾ ചിലരൊക്കെ ഭയങ്കര നല്ലവരായിരിക്കും, അല്ലേ? പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭാര്യനോട് മുറ. ഭാര്യയും മക്കളും എന്ന് വെച്ചാൽ ജീവനായിരിക്കും, കൽക്കണ്ടമായിരിക്കും, കാണപ്പെട്ട ദൈവമായിരിക്കും, അല്ലേ? ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷോപ്പിലെത്തിക്കഴിഞ്ഞാൽ പണിക്കാരോടൊക്കെ മുറ എന്നും പറഞ്ഞ് നിൽക്കും, അല്ലേ? ആ നല്ല സ്വഭാവം കൊണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ ചില തന്നെ വീട്ടിലൊക്കെ പണിക്കാരത്തികൾ നിന്ന് കഴിഞ്ഞാൽ പല പണികളും നമ്മൾ വിചാരിച്ച പോലെ അവർ ചെയ്താലാവൂല. പക്ഷേ ഞാനത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ചെയ്തത് നന്നായില്ല എന്ന് പറയുന്നതിന് പകരം ചെയ്ത് നന്നായ പണികളെ കുറിച്ചിട്ട് ഇങ്ങനെ അവരെ കൊണ്ട് ഇങ്ങനെ പ്രാങ്ങി, അവിടെ തുടച്ചത് നല്ലോണം നന്നായിട്ട്, അവിടെ ആ ഡ്രസ്സ് തിരുമ്പി ചിക്കിടുമ്പോൾ അന്ന് നല്ലോണം കുടഞ്ഞിട്ടതുകൊണ്ട് നന്നായിട്ട്, അങ്ങനെ നന്നായിട്ടോ 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 എന്ന് 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നന്നാവാത്തതും കൂടി അവളെന്താക്കും? നന്നാവാൻ ശ്രമിക്കും, അല്ലേ? അതായത് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യം. ഈവൻ ചെറിയ മുല കുടിക്കുന്ന പൈതലിന് വരെ വേണം, അല്ലേ? നമ്മൾ മുഖത്ത് നോക്കി ചിരിച്ചാൽ ആ കുട്ടികൾ ഇങ്ങോട്ടും ചിരിക്കുമല്ലോ, അവരാരോട് പറഞ്ഞു കൊടുത്തിട്ടാ അല്ല. അപ്പോൾ പോസിറ്റീവ് എനർജി, പോസിറ്റീവ് റിപ്ലൈസ് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ 5, മയ്യത്ത് സംസ്കരണം. ഒരു വിശ്വാസി മരണപ്പെട്ടാൽ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, അവന് വേണ്ടി നമസ്കരിക്കുക, മറവ് ചെയ്യുക ഒക്കെ മുസ്ലിമിൻ്റെ ബാധ്യതകളിൽപ്പെട്ട. ഷക്കീല ഒന്ന് ഓഫാക്കുമോ? അതായത് ഒരു വിശ്വാസി മരണപ്പെട്ടാൽ അദ്ദേഹത്തെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കുക, മറവ് ചെയ്യുക, ഇത് മുസ്ലിമിൻ്റെ സമൂഹ ബാധ്യതയാണ്. ഇത് മീസാനിൽ വളരെ കനം തൂങ്ങുന്ന ഒരു പ്രവർത്തനം കൂടിയാണ്. ആരെങ്കിലും ഒരു ജനാസയെ നമസ്കരിക്കുന്നത് വരെ തുടർന്നാൽ ഒരു ഖീറാത്ത് പ്രതിഫലം ലഭിക്കും, അല്ലേ? ഒരു മയ്യത്തിനെ നമസ്കരിക്കാൻ നമ്മൾ ലേഡീസ് അല്ലേ, നമുക്ക് നമസ്കരിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഖീറാത്ത് എന്ന് വെച്ചാൽ ഒരു ഉഹദ് മലയോളം പർവ്വതത്തേക്കാൾ ഭാരമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവാണേ സത്യം, ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹദ് മലയേക്കാൾ ഭാരമുണ്ടായിരിക്കും. അപ്പം അത് പിന്നെ ആണുങ്ങൾക്കാണെങ്കിൽ 2 ഉഹദ് മല കിട്ടൂലേ? അവരവരെ കബറടക്കി അതിൻ്റെ ദുആ ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ആ സമയത്ത് അങ്ങനെ തന്നെ നമ്മൾ മക്ക മദീന സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, പുണ്യഭൂമിയൊക്കെ സന്ദർശിച്ച് കഴിഞ്ഞാൽ അവിടെ പള്ളിയിലൊക്കെ ഒരുപാട് മയ്യത്തുകൾ വരും, അല്ലേ? അപ്പോൾ ചില ആളുകളൊക്കെ തന്നെ മയ്യത്തിനെ ശ്രദ്ധിക്കാണ്ട് ഫർളും സുന്നത്തും നിസ്കരിച്ച് ഓടിപ്പോകുന്നത് കാണാം, അല്ലേ? അപ്പോൾ നമ്മൾ ആക്ച്വലി ചിന്തിക്കുമ്പോൾ വിചാരിക്കും ഇയാളാരാ, നമുക്കറിയില്ല, ഏതോ നാട്ടിൽ എവിടുന്നല്ലോ ഒക്കെ മയ്യത്ത് കൊണ്ടുവരും, ആ പരിസരത്തു നിന്നൊക്കെ ദൂരത്തു നിന്നൊക്കെ കൊണ്ടുവരും മയ്യത്ത്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? അവർക്ക് വേണ്ടി നമസ്കരിച്ചിട്ട് അയാൾക്ക് മോചനവും ലഭിക്കും, അല്ലേ? ഒരു ശിർക്കില്ലാത്തൊരു വിശ്വാസം 40 ആൾ നമസ്കരിച്ച് കഴിഞ്ഞാൽ അള്ളാഹു അത് അവൻ്റെ ദുആ സ്വീകരിക്കും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കാരണം ആരെങ്കിലും ഒന്ന് സ്വർഗത്തിൽ പ്രവേശിച്ചാൽ നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുമല്ലോ, അല്ലേ? അപ്പോൾ ഒരുപാട് മക്കത്താണെങ്കിൽ ഒരു ടൈമിൽ ഒരുപാട്, ചിലപ്പോൾ 5 6 ജമാഅത്തിലൊക്കെ പിന്നെ ഇതുണ്ടാവും, മയ്യത്തുസ്കാരം ഉണ്ടാവും. ചിലപ്പോൾ തഹജ്ജുദിലൊക്കെ കാണാൻ കൊണ്ടുവരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താക്കണം? നമ്മൾ നിസ്കരിച്ചിട്ട് തന്നെ പോരാവും. അത് ഒരു മയ്യത്തൊന്നും അല്ലല്ലോ, അല്ലേ? ടൈമിൽ ഒരുപാട് നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരു മാസത്തിലൊന്നൊക്കെ കഷ്ടിച്ച് കിട്ടിയെങ്കിലും പോയെങ്കിലും അതിലെ. അതേസമയം ഹർമിലാണെങ്കിൽ എല്ലാ വക്തിലും ഉണ്ടാവും.
അപ്പോൾ ആ മയ്യത്ത് നമസ്കാരം ഒരുപാട്, അതായത് ഉഹദ് മലയോളം അതിനേക്കാൾ ഭാരമുള്ള ഒരു പ്രവർത്തനമാണ്. നമുക്ക് രണ്ട് കിട്ടൂല, കാരണം നമ്മൾ മറമാടാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് രണ്ടുണ്ടാവില്ല, ഒന്ന്. അപ്പോൾ കർമ്മങ്ങളെ തൂക്കുന്ന തുലാസിൽ തൂക്കത്തെ സംബന്ധിച്ച് നമുക്ക് എന്താണ് എത്രയാണെന്നൊന്നും തിട്ടപ്പെടുത്താൻ കഴിയില്ല. മനസ്സിലാക്കാം, മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം തൂക്കപ്പെടുന്നതിനായിട്ട് അള്ളാഹു തുലാസിലിടും. ആ തുലാസ് വെച്ചായിരിക്കും നമ്മളെ പരിഗണിക്കപ്പെടുക. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ തൂക്കുന്ന തുലാസിൽ ഏറ്റവും ഭാരമുള്ള തുലാസുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം, അല്ലേ? അള്ളാഹു സർവശക്തനാണെന്നും അള്ളാഹും റസൂലും പറയുന്നതെല്ലാം സത്യമാണെന്നും വിശ്വാസമുള്ളവരെ സംബന്ധിച്ച് അതിൽ വല്ല സംശയത്തിനോ അത്ഭുതത്തിനോ അവകാശമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ആരും തന്നെ പരലോകത്ത് സ്ഥാപിക്കുന്ന മീസാനിനെ കുറിച്ച് നിഷേധിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്തിട്ടില്ല, അല്ലേ? അതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കാനൊന്നും പറ്റൂല. പക്ഷെ നമുക്കറിയാം, അത് ആകാശഭൂമികൾ വരെ അതിൽ കൊണ്ടുവച്ചാൽ ഉൾക്കൊള്ളും. അതെങ്ങനെ മനസ്സിലായി? മലക്കുകളും അള്ളാഹുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഖിയാമത്ത് നാളിൽ എല്ലാ കർമ്മങ്ങളും മനുഷ്യൻ്റെ കർമ്മങ്ങൾ തൂക്കപ്പെടുന്നുവെന്നും അതിനായിട്ട് അന്നൊരു തുലാസ് ഏർപ്പെടുത്തുമെന്നും ഹദീസിലും ഖുർആനിലും വ്യക്തമാക്കുന്നു. അപ്പോൾ കർമ്മങ്ങൾ എങ്ങനെയാണ് തൂക്കുക എന്നൊക്കെ ചോദിക്കും അള്ളാഹു. അതൊക്കെ അയ്ബുസമാവാത്തി വല്ലാറില്ലേ, ആകാശഭൂമികളുള്ള അയ്ബുകൾ, അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അപ്പോൾ അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്, അല്ലേ? നമുക്ക് സ്വഭാവം ഇടാൻ പറ്റുമോ തുലാസിൽ, വേറെ എന്തെങ്കിലും കാര്യം ഇടാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. രണ്ടാൾ അടികൂടി അതിപ്പോൾ എങ്ങനെയാണ് തുലാസിൽ ഇടാൻ നമ്മൾ ചോദിക്കും, അല്ലേ? അവിടെ ഒരു വെയിറ്റ്, ഒരു പൊന്നോ പൈസയോ സാധനമൊന്നും എല്ലാവരും കൊണ്ടുവച്ച് തൂക്കാനില്ലേ. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ മീസാനിൽ ഭാരത്തിന് വകുപ്പുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണ്. ഇന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലേ? നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും എല്ലാറ്റിനും അള്ളാഹു കഴിവുള്ളവനാണ്. സിറാത്തിലും മീസാനിലും വിശ്വസിക്കുന്നു. ഷറഉൽ അഖീദത്തി തവാഹി, എല്ലാം, അല്ലേ? ഇമാം ത്വഹാബി റഹിമഹുല്ല പറയുന്നു, സിറാത്തിലും മീസാനിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. മീസാനിൻ്റെ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും യോജിച്ചിരിക്കുന്നു. സഹീഹുൽ ബുഖാരിയുടെ ഒരു അധ്യായം തന്നെ മീസാനെ പറ്റിയാണ്, അത്രക്ക് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇഷ്ടപ്പെട്ടതും നാവിന് എളുപ്പമുള്ളതും മീസാനിൽ ഭാരമുള്ളതുമായിട്ടുള്ള ഒരു കലിമത്താനിയാണ് എന്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നുള്ളത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി വരിദ നഫ്സി വസിനത അർശി മിദാദ കലിമാത്തി എന്നുള്ളതും. അതിനെല്ലാറ്റിനേക്കാളും മെച്ചം എന്നറിയുന്നത് ഏതാണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നുള്ള കലിമ. അതൊക്കെ മനസ്സിരുത്തി കുറേ സമയം പറയാൻ ശ്രമിക്കുക. വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമൊക്കെ നമ്മൾ ഒളു എടുത്തിട്ട് ദിക്റിൻ്റെ അതായ ഒരു സുബ്ഹാനല്ലാഹ് 100, അൽഹംദുലില്ലാഹ് 100 അതൊക്കെ ഓതാനും അതാക്കാനൊക്കെ വേണ്ടിയിട്ട് ഇന്ന് പ്രത്യേക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അസറിന് ശേഷമുള്ള ദുആകൾ അള്ളാഹിൻ്റെ അടുത്ത് കൂടുതൽ സ്വീകാര്യയോഗ്യമാണ്. അപ്പോൾ കൂടുതലായിട്ട് ദുആ ചെയ്യുക, അല്ലേ? അപ്പം ആരെങ്കിലും മിസാൻ ഉണ്ടാകുമെന്നും അത് സ്ഥാപിക്കുമെന്നും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും അതിനെ നിഷേധിച്ചാൽ തള്ളിയവനാര്? അത് തള്ളിയവൻ അള്ളാഹുവിനെയും തള്ളിയിരിക്കുന്നു. ഫതുഹുൽ ബുഖാരിയിലെ ഒരു ഫത്വയാണ്. അതായത് ആ ഒരു ഫത്വയെ നിഷേധിച്ചാൽ അള്ളാഹുവിനെ പോലും അവൻ തള്ളിയതുപോലെയാണെന്ന്. അങ്ങനെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും അവൻ്റെ റസൂലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് കൂട്ടാതെ കിഴിക്കാതെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. മീസാനിനെ എതിർക്കുകയോ നിഷേധിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യാതെ അത് അംഗീകരിക്കുകയും മീസാനിൽ കനം തൂങ്ങുന്ന കർമ്മങ്ങൾ ചെയ്യുകയുമാണ് വേണ്ടത്, അല്ലേ? അതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കാൻ പോകണ്ട. അങ്ങനെ ഒരു തുലാസ് വെക്കാൻ പറ്റുമോ? അത് വെള്ളത്തിൻ്റെ മേലെ നിന്നാൽ വീണുപോവില്ലേ? വെള്ളം നിറയൂലേ? അങ്ങനെയൊന്നും അവിടെ ഒരു ചോദ്യത്തിനൊരു പ്രസക്തിയില്ല, അല്ലേ? അള്ളാഹു എന്താണോ പറഞ്ഞത് അത് കൂട്ടാതെ കുറയ്ക്കാതെ നമ്മൾ വിശ്വസിക്കുക. വൽ വസ്ന യൗമ ഇദിനിൽ ഹക്ക്, അതായത് അന്നേ ദിവസത്തെ കർമ്മങ്ങൾ തൂക്കപ്പെടുക എന്നുള്ളത് ഹക്കാണ്. വമൻ സഖുലത് മവാസീനുഹു ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അല്ലേ? ആരാണ് തുലാസിൽ ഭാരം തൂങ്ങിയത് അവർ തന്നെയാണ് വിജയികൾ. അത്തരത്തിലുള്ള വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വമൻ ഖഫത് മവാസീനുഹു ഫൗലൈക അല്ലദീന ഖസറൂ അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യളിമൂൻ, ആരുടെ തുലാസിലാണോ ഭാരം കുറഞ്ഞത്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ അന്യായം കൈക്കൊണ്ടതിൻ്റെ ഫലമത്രേ. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കാത്തവൻ്റെ തുലാസായിരിക്കും അപ്രകാരം, അല്ലേ?
അപ്പോൾ അങ്ങനത്തെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹദീസിലായാലും ഖുർആനിലായാലും എന്ത് കാര്യങ്ങളും ഒരു സത്യവിശ്വാസിയായിക്കൊണ്ട് അത് പിന്നെ സത്യമായി സ്വീകരിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ ളലംനാ അൻഫുസ് ഇത് കഴിഞ്ഞിട്ട് ദുആ കഴിഞ്ഞിട്ട് പറയേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം